എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നാലാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ 2 യൂണിറ്റുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അത്രയധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല 3-ലും 4-ലും. പക്ഷേ ആദ്യത്തെ 2 യൂണിറ്റുകൾ പോലെ തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന 2 യൂണിറ്റുകളാണ് 3 and 4. പക്ഷെ നമ്മൾ ആദ്യത്തെ 2 യൂണിറ്റ് പോലെ കംഫർട്ടബിളായിട്ട് പഠിക്കാത്ത 2 യൂണിറ്റുകളാണ് 3 and 4. എല്ലാ പരീക്ഷയ്ക്കും ഒരു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ 2 ഷോർട്ട് എസ്സേസ് ചോദിക്കുന്ന ഒരു യൂണിറ്റാണ് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. എൻ്റെ നോട്ട് കൂടാതെ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ച് പഠിക്കേണ്ട ഒരേ ഒരു ചാപ്റ്ററാണ് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. നമ്മുടെ നോട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളോ ഇനഫ് അല്ല ഈ പാഠത്തിൽ. ഈ ചാപ്റ്റർ ടെക്സ്റ്റ് വായിച്ച് തന്നെ പഠിക്കണം എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അഞ്ജന മുജുംദാർ ഇൻ ഹെർ എസ്സേ ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് speaks about the various aspects of disaster and its management. Anjana Mujumdar's essay on disaster and disaster management. In her essay, she speaks about the various aspects of disaster and its management. Disaster ന്റെ various ആസ്പെക്റ്റുകളെ പറ്റിയും അതിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയുമാണ് അഞ്ജന മുജുംദാർ സംസാരിക്കുന്നത്. ഡിസാസ്റ്റേഴ്സ് ഇൻ ദ ഗ്ലോബൽ സെനാരിയോ, ലോകമെമ്പാടുമുള്ള സെനാരിയോയിലെ ഡിസാസ്റ്റേഴ്സ് ഇൻ ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഡിസാസ്റ്റർ, the regions affected by disaster affect ചെയ്യുന്ന ഏരിയാസ്, മേജർ ഡിസാസ്റ്റേഴ്സ് ഹാപ്പൻഡ് ഇൻ ദ കൺട്രി, നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന ഡിസാസ്റ്റേഴ്സ്, മേജർ ഡിസാസ്റ്റേഴ്സ് ഒക്കർഡ് ഇൻ ദ സെഞ്ച്വറി, ഈ നൂറ്റാണ്ടിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ഡിസാസ്റ്ററുകൾ, ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്ററിൻ്റെ ഇമ്പാക്റ്റുകൾ, ആൻഡ് ദ മാനേജ്മെൻറ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഡിസാസ്റ്റേഴ്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത്. എന്തൊക്കെ ടോപ്പിക്കാണ്? Anjana Mujumdar in her essay Disaster and Disaster Management speaks about disasters and its management. Disaster in the global scenario, disasters in the Indian context, the regions affected by disasters, major disasters happened in the country, major disasters happened in the century, and impact of disasters and the management of disasters. ഇവിടെ ഞാനൊരു നോട്ട് മേക്കിംഗ് ആക്ടിവിറ്റി ആയിട്ടാണ് ഇത് തന്നിരിക്കുന്നത്. നോട്ട് മേക്കിങ്ങിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ ഒരു പ്രത്യേകതരം ബുള്ളറ്റിനിട്ട് എഴുതും. അതിൻ്റെ സബ് പോയിൻറ്റ്സ് വേറെ തരം ബുള്ളറ്റിനിട്ട് എഴുതും. സബ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ വേറെ രീതിയിൽ എഴുതും. ഇത് കണ്ടോ, ഇതിൻ്റെ അലൈൻമെൻറ്റ് കണ്ടോ, ഇതിവിടെയാണെങ്കിൽ ഇതിവിടെയാണ് അലൈൻമെൻറ്റ്, ലെഫ്റ്റിൽ നിന്ന് ശകലം വിട്ടെഴുതാം. അപ്പോൾ ഡിസാസ്റ്റർ ഇൻ ദ ഗ്ലോബൽ സെനാരിയോയിലെ മെയിൻ പോയിൻറ്റ്സ് ആണ്. ഇത് എസ്സേ അല്ല, ഇവിടെ നമ്മൾ നോട്ട് മേക്കിംഗ് ആയിട്ട് പഠിക്കാൻ എളുപ്പത്തിന് തന്നിരിക്കുക. ഇത് എസ്സേ ആക്കി എഴുതണം. ഇത് ഇനഫ് അല്ല, ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിച്ച് പഠിക്കണം. ചലഞ്ച് ഫോർ ദ ഹ്യൂമാനിറ്റി, ഡിസാസ്റ്റേഴ്സ് ആർ എ ചലഞ്ച് ഫോർ ഹ്യൂമാനിറ്റി. It increases in frequency and intensity. Nowadays, disasters increase in frequency and intensity. And the world has become more prone to disasters. ലോകത്തിൽ ധാരാളം ഡിസാസ്റ്റേഴ്സ് കൂടി വരുന്നു. Both developed and developing countries are affected by various types of disasters. Developed countries affected ആണ്, developing countries affected ആണ്. പക്ഷേ അത് ഡീൽ ചെയ്യുന്നതിൽ ഡെവലപ്ഡ് കൺട്രീസ് വളരെ മുൻപന്തിയിലാണ്. ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളും വളരെ മുൻപന്തിയിലാണ്. ഫ്ലഡ് എന്ന് പറയുന്ന ഡിസാസ്റ്റർ കോമൺ ഇൻ ഇന്ത്യ, ചൈന ആൻഡ് ബംഗ്ലാദേശ്. ഇത്രയുമാണ് ഡിസാസ്റ്റേഴ്സ് ഗ്ലോബൽ സെനാരിയോയുടെ മെയിൻ പോയിന്റ്സ്. അടുത്ത മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഡിസാസ്റ്റേഴ്സ് ഇൻ ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആണ്. ഈ സ്ലൈഡിൽ ചെറിയ ലെറ്റേഴ്സ് വരാൻ കാരണം തന്നെ മെയിൻ പോയിന്റ്സ്, സബ് പോയിന്റ്സിൻ്റെ പോയിന്റ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നുള്ള. ഇവിടെ നമ്മൾ മെയിൻ പോയിന്റ് ഡിസാസ്റ്റർ ഇൻ ദ ഗ്ലോബൽ സെനാരിയോ ആണ്. അതിൻ്റെ സബ് പോയിന്റ്സ് ആണ് ഹൈലി പ്രോൺ ടു ഡിസാസ്റ്റർ, വൾണറബിലിറ്റി, റീജിയൻസ്, മേജർ ഡിസാസ്റ്റർ. ഇനി ഇതിനകത്ത് വൾണറബിലിറ്റിക്കുള്ള സബ് പോയിന്റ്സ് ആണ് ഇത് 3 എണ്ണം. റീജിയൻസിനുള്ള സബ് പോയിന്റ്സ് ആണ് ഇത് 5 എണ്ണം. മേജർ ഡിസാസ്റ്റേഴ്സ് എന്നുള്ളതിൻ്റെ സബ് പോയിന്റ്സ് ആണ് 4. ഇത് ടെക്സ്റ്റിലെ മേജർ ഡിസാസ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും അല്ല, ഇതിനപ്പുറത്തോട്ട് ഒരുപാട് ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. ഡിസാസ്റ്റേഴ്സ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യ ഈസ് ഹൈലി പ്രോൺ ടു ഡിസാസ്റ്റേഴ്സിന് വളരെ പ്രോൺ ആയിട്ടുള്ള ഒരു ലൊക്കാലിറ്റിയാണ് ഇന്ത്യ. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ജോഗ്രഫിക് ലൊക്കേഷൻസ്. ഇന്ത്യ സീസ്മിക് സോൺ 4, 5, 6 ഒക്കെ ധാരാളമായിട്ട് വരുന്ന സ്ഥലമാണ്. പിന്നെ ലോങ് കോസ്റ്റ് ലൈൻ, വലിയ തീരപ്രദേശം ആയതുകൊണ്ട് സൈക്ലോൺ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവാം, സുനാമി പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവാം. മൗണ്ടൻ റേഞ്ചസ് ആയതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം, ഫ്ലഡ് ഉണ്ടാവാം, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാം. പിന്നെ ഇന്നത്തെ കാലത്ത് ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാകുന്നത് മൗണ്ടൻ റേഞ്ചസ് ഉള്ളതുകൊണ്ടാണ്. ഗ്ലേഷ്യർ ഔട്ട്ബേസ്റ്റുകൾ ഉണ്ടാവാം, ഹിമാലയത്തിൽ ഗ്ലേഷ്യേഴ്സ് പൊട്ടി ഒലിച്ച് വരാനായിട്ട് കാരണമാകാം. പിന്നെ പെരനിയൽ റിവേഴ്സിൽ ഫ്ലഡിങ് ഉണ്ടാവാൻ മൗണ്ടൻ റേഞ്ചസ് ഒരു റീസൺ ആവാം. പിന്നെ എർത്ത് ക്വേക്ക് പ്രോൺ ഏരിയാസ് ആണ് പൊതുവെ മൗണ്ടൻ റേഞ്ചസ് പലതും. അപ്പോൾ എർത്ത് ക്വേക്ക് ഉണ്ടാവാൻ മൗണ്ടൻ റേഞ്ചസ് ഒരു കാരണമാണ്. പെരനിയൽ റിവേഴ്സ് വെള്ളപ്പൊക്കം ഉണ്ടാവാൻ റീസണാണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ഡിസാസ്റ്റേഴ്സ് എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ ഒരാൾതാമസം ഇല്ലാത്തടത്ത് ഉണ്ടാകുന്ന ഒരു ഡിസാസ്റ്റർ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. ഡിസാസ്റ്റേഴ്സ് മാരകമാവുന്നത് എപ്പോഴാണോ അതൊരു വലിയ പോപ്പുലേഷനെ ഹിറ്റ് ചെയ്യുന്നത്,
എപ്പോഴാണ് പ്രോപ്പർട്ടിക്കും കമ്മ്യൂണിക്കേഷനും തടസ്സമുണ്ടാക്കുന്നത്, നഷ്ടമുണ്ടാക്കുന്നത്, അപ്പോഴാണ് ഡിസാസ്റ്റേഴ്സ് മാരകമാകുന്നത്. അതുകൊണ്ട് തന്നെ ഓവർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഡിസാസ്റ്റേഴ്സിനെ മാരകമാക്കാനുള്ളൊരു കാരണം. കാരണം കൂടുതൽ ആളുകളെ അഫക്റ്റ് ചെയ്യും. ഇന്ത്യയിൽ എത്ര റീജിയൻസാണ് ഉള്ളത്? നോർത്തേൺ റീജിയൻ ഉണ്ട്, നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്. സോ നോർത്തേൺ റീജിയൻ, സദേൺ റീജിയൻ, വെസ്റ്റേൺ റീജിയൻ, ഈസ്റ്റേൺ റീജിയൻ. പിന്നെ ഇന്ത്യക്ക് നോർത്ത് ഈസ്റ്റിലോട്ടാണ് ഒരു എക്സ്റ്റൻഷൻ ഉള്ളത്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, 7 സിസ്റ്റേഴ്സ്, 8 സ്റ്റേറ്റ്സ്, അരുണാചൽ പ്രദേശ് മുതൽ ഇങ്ങോട്ടുള്ളത്. അപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എക്സ്റ്റൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഉണ്ട് ഇന്ത്യക്ക്. ബാക്കിയെല്ലാം ഈസ്റ്റ് വെസ്റ്റ്, നോർത്ത് സൗത്ത്, നോർത്ത് ഈസ്റ്റ്. പിന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആൻഡ് ലക്ഷദ്വീപ്, അത് എഴുതാം. പിന്നെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായ മേജർ ഡിസാസ്റ്റേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഗുജറാത്ത് എർത്ത്ക്വേക്കും, മുംബൈ ഗുജറാത്ത് ഫ്ലഡും, സുനാമിയും, ഉത്തരാഖണ്ഡ് ഫ്ലാഷ് ഫ്ലഡ്സും ഒക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം, ഉത്തരാഖണ്ഡ് ഫ്ലാഷ് ഫ്ലഡ് ഉണ്ട്, ഗ്ലേഷ്യൽ ഔട്ട്ബേഴ്സ് ഉണ്ടായി അടുത്ത കാലത്ത് ഉത്തരാഖണ്ഡിൽ. പിന്നെ ക്ലൗഡ് ഔട്ട്ബേഴ്സ്റ്റിംഗ് ഉണ്ടാകുന്നുണ്ട് ഉത്തരാഖണ്ഡിൽ, മേഘവിസ്ഫോടനം ഉണ്ടാകുന്നുണ്ട്. There are lot of cyclones like cyclone Amphan, cyclone തോത്തെ, ഒരുപാട് സൈക്ലോൺസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കി, ഒരുപാട് സൈക്ലോൺസ് ഉണ്ടാകുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് സൈക്ലോൺസ് ഉണ്ടായില്ലേ. പിന്നെ ചെന്നൈ ഫ്ലഡ്സ് ഉണ്ടായിട്ടുണ്ട്, ചെന്നൈ ടൗൺ ഫ്ലഡ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കേരള ഫ്ലഡ് ഉണ്ടായി 2018, കേരള ലാൻഡ് സ്ലൈഡ് ഉണ്ട് 2019. അപ്പോൾ ഇങ്ങനെ ധാരാളം ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇത് ടെക്സ്റ്റ് ബേസ്ഡ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ടെക്സ്റ്റ് ഉണ്ടാക്കിയ ഈ ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ്, ഇത്രയും വ്യാപകമായിട്ട് എഴുതിയിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ അത് കഴിഞ്ഞിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ മാനങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യ ഉണ്ടാക്കിയ നിയമങ്ങൾ, ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് രീതികളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ്, 3 impacts are there. The main impact is death and destruction, damage and destruction. Then it causes damage and destruction, it causes death, and commercial and economic activities are hugely affected. Management in India idonum pora, idu thanne oru essay aanu. Read the last 2 paragraphs of the textbook regarding this chapter. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് കിട്ടും. ബട്ട് ഹിയർ ഒരു ഷോർട്ട് നോട്ടാണ്. പർപ്പസ് ഈസ് ദ റിഡക്ഷൻ ഓഫ് ദി ഇമ്പാക്ട്. വാട്ട് ഈസ് ദ മാനേജ്മെൻറ്റ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മാനേജ്മെൻറ്റ്? ഇറ്റ് ഈസ് ദ റിഡക്ഷൻ ഓഫ് ദി ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഇമ്പാക്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. ഡിസാസ്റ്റർ വരുന്നതിന് മുമ്പ് പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ആളുകളെ സേഫ് ആക്കുക, വൈൽ ഡിസാസ്റ്റർ ഫേസിൽ ആർക്കും അപകടം ഉണ്ടാകാതെ സൂക്ഷിക്കുക, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിൽ അപകടം ഉണ്ടായവരെ രക്ഷിക്കാൻ ശ്രമിക്കുക, കെട്ടിടങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുക, ആളുകൾ രക്ഷപ്പെടുത്തിയ ആളുകളെ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഒഴിപ്പിച്ച ആളുകളെ നമ്മൾ റീഹാബിലിറ്റേഷൻ കൊടുക്കുക, അവർക്ക് സൈക്കോളജിക്കൽ ആയിട്ട് സപ്പോർട്ട് വേണം അത് കൊടുക്കുക, അവർക്ക് ആഹാരം, അവർക്ക് താമസം അതൊക്കെ റെഡിയാക്കി കൊടുക്കുക. ഇതൊക്കെയാണ്. ദർ ആർ സോ മെനി സെൻട്രൽ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്. NDMA എന്ന് പറഞ്ഞാൽ നാഷണൽ ഡിഫൻസ് മാനേജ്മെൻറ്റ് അതോറിറ്റി, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, SDMA സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. NDMAയുടെ അണ്ടറിലുള്ള ഫോഴ്സാണ് NDRF, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. SDMAയുടെ കീഴിൽ SDRF, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ഇന്ത്യ രംഗത്ത് വളരെ മുൻപന്തിയിലാണെന്ന് നമുക്കറിയാം. ഇന്ത്യൻ ഓഷ്യനിലുള്ള രാജ്യങ്ങൾക്കൊക്കെ ഡിസാസ്റ്റർ മുന്നറിയിപ്പ് കൊടുക്കുന്നതും നമ്മുടെ സാറ്റലൈറ്റ്സ് ഒക്കെയാണ് ഡിസാസ്റ്റർ മുന്നറിയിപ്പ് കൊടുക്കുന്നതും. അതേപോലെ ഡിസാസ്റ്റർ ഉണ്ടായാൽ മാനേജ് ചെയ്യാൻ വേണ്ടി ടീമിനെ ഇറക്കുന്നു, അതിന് വേണ്ടി സപ്പോർട്ട് കൊടുക്കുന്നതും ഒക്കെ ഇന്ത്യയാണ്. റിലീഫ് ഫണ്ട് കൊടുക്കും, റിലീഫായിട്ട് ഗുഡ്സ് കൊടുക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ. പക്ഷേ ഡിസാസ്റ്ററിനെ തടയാൻ ഒരു രാജ്യത്തിനും പറ്റില്ല. അമേരിക്കയിലൊക്കെ എന്തോ ഒരു സൈക്ലോൺസ് ഉണ്ടാകുന്നത്. കടൽ അടുത്തുണ്ടോ സൈക്ലോൺ പോസിബിലിറ്റി ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. ആൻഡ് മെയിൻ ഇൻറ്റൻഷൻ ഈസ് ദ റീഹാബിലിറ്റേഷൻ ഓഫ് വിക്ടിംസ്. ഇത്രയൊന്നും പോരാന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ഇറ്റ് വൺസ് അഗെയിൻ. ഇതൊരു ജനറൽ എസ്സേ എഴുതാൻ മാത്രമേ ഇത് ഹെൽപ്പ് ചെയ്യുള്ളൂ. യു റീഡ് ദ ടെക്സ്റ്റ്, ലേൺ ഫ്രം ഇറ്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മാത്രമായിട്ട് നമുക്കൊരു സിംഗിൾ വീഡിയോ ചെയ്യാനായിട്ട് പറ്റുവാണെങ്കിൽ നമുക്കത് ചെയ്യാം. പക്ഷെ അത് ലെങ്തി ആയിപ്പോവും. അതുകൊണ്ടാണ് നമ്മളത് കഴിവതും ഒഴിവാക്കുന്നത്. അഞ്ജന മൊജുംദാർ ഇൻ ഹെർ എസ്സേ ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്പീക്സ് അബൌട്ട് ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഡിസാസ്റ്റർ ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ്? ഡിസാസ്റ്റേഴ്സ് ഇൻ ദ ഗ്ലോബൽ സിനാരിയോ, ഡിസാസ്റ്റേഴ്സ് ഇൻ ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, ദ റീജിയൻസ് അഫക്റ്റഡ് ബൈ ഡിസാസ്റ്റേഴ്സ്, മേജർ ഡിസാസ്റ്റേഴ്സ് ഹാപ്പൻഡ് ഇൻ ദ കൺട്രി, മേജർ ഡിസാസ്റ്റേഴ്സ് occurred in the century, impact of disasters and the management of disasters in India. Global scenario, it's a challenge for humanity. It increases in frequency and in intensity. Disasters increase in frequency and intensity. The world has become more prone to disasters. Both developed and developing countries are affected. Flood is common in India, China and Bangladesh.
ഡിസാസ്റ്റേഴ്സ് ഇൻ ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യ ഈസ് ഹൈലി പ്രോൺ ടു ഡിസാസ്റ്റർ. ദർ ആർ ലോട്ട്സ് ഓഫ് റീസൺസ് ഫോർ ഇന്ത്യാസ് വൾണറബിലിറ്റി. വൾണറബിലിറ്റി വീക്ക്നെസ് ആണ്. There are many regions affected by disasters in India and which are the major disasters occurred in the century എന്നുള്ള അടുത്ത പോയിന്റ്. അപ്പോൾ വൾണറബിലിറ്റിയുടെ റീസൺസ് എന്തൊക്കെയാണ്? ജോഗ്രഫിക് ലൊക്കേഷൻ, ദ സീസ്മിക് സോൺസ് 4 and 5, long coastline. Because of long coastline there are two main seas in India, Bay of Bengal and Arabian Sea, and there is Indian Ocean as well. So because of that there is a possibility of tsunami, and more than that there is the possibility of cyclones and monsoons. So rainfall, heavy rainfall അതുണ്ട്. പിന്നെ mountain ranges, because of mountain ranges what all disasters happen? Landslide may happen, perennial rivers, due to that flooding may happen, cloud outburst may happen, then glacial outburst may happen in Himalayan region, earthquake may happen. ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാം. Perennial rivers, it causes flooding. Overpopulation is another reason, because it increases the impact of disasters. Then the regions are ഇന്ത്യയിൽ നമുക്കറിയാം 4 regions: ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. Then northeastern region, ലക്ഷദ്വീപ് ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. Then major disasters: ഗുജറാത്ത് earthquake, മുംബൈ ഗുജറാത്ത് ഫ്ലഡ്സ്, സുനാമി, ഉത്തരാഖണ്ഡ് ഫ്ലാഷ് ഫ്ലഡ്സ്. ഉത്തരാഖണ്ഡ് ഫ്ലഡ്സ് പിന്നെ നമ്മൾ എഴുതുമ്പോൾ ദി ഉത്തരാഖണ്ഡ് ഫ്ലാഷ് ഫ്ലഡ്സ്, ഉത്തരാഖണ്ഡ് ഫ്ലാഷ് ഫ്ലഡ്സ്. പിന്നെ ക്ലൗഡ് ഔട്ട്ബേസ്റ്റ്, മേഘവിസ്ഫോടനമാണ് ക്ലൗഡ് ഔട്ട്ബേസ്റ്റ്. പിന്നെ ഗ്ലേഷ്യൽ ഔട്ട്ബേസ്റ്റ്, ഒരു ഗ്ലേഷ്യൽ തടാകം പൊട്ടിയൊലിച്ച് മഞ്ഞെല്ലാം കൂടെ താഴേക്ക് വരുന്നൊരു സംഭവമാണ് ഗ്ലേഷ്യൽ ഔട്ട്ബേസ്റ്റ്. പിന്നെ കേരള ഫ്ലഡ്സ് 2018, കേരള ലാൻഡ്സ്ലൈഡ് 2019. അത് മേജർ ഡിസാസ്റ്ററാണ്, ഇന്ത്യയിലെ മേജർ ഡിസാസ്റ്ററാണ്. പിന്നെ എന്തൊക്കെ ഉണ്ടായി? ചെന്നൈ ടൗൺ ഫ്ലഡ് ഉണ്ട്, ചെന്നൈ ടൗൺ ഫ്ലഡ് ഉണ്ട്. അത് 2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ടൗൺ ഫ്ലഡ്സ് ഉണ്ട്. പിന്നെന്താ ഉള്ളത്? ലോട്ട് ഓഫ് സൈക്ലോൺസ്. പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത് എഴുതാം. അംഫാന് മുമ്പേ വന്നതാണ്. ഓഖി, തോക്തെ, 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 TAUKTAE, തോക്തെ, TAUKTAE, തോത്തെ. കുറേ വേറെ ഉണ്ട്, ഈ അടുത്ത റീസെൻ്റായിട്ട് വന്ന സൈക്ലോൺസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾ അപ്ഡേറ്റഡ് ആണെന്നുള്ളൊരു ഐഡിയ ഇവിടെ കൊടുക്കാൻ പറ്റും. Then impact of disasters: the main impact is the damage and the destruction itself. Then so many people die out of disasters. The major commercial and economic activities are affected. Communication itself is lost. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. റോഡ്സ് ആൻഡ് റെയിൽവേസ് ആർ അഫക്റ്റഡ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മാനേജ്മെൻറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് ദി ഇമ്പാക്ട്. There are so many central government initiatives like the NDMA, the National Disaster Management Authority is responsible for it, and the Prime Minister and the Cabinet Secretary are in charge of this. Then NDRF, National Disaster Response Force. പിന്നെ SDMA, State Disaster Management Authority, the Chief Minister and Chief Secretary are in charge of this. SDRF is a State Disaster Response Force. There are the help of so many NGOs. Then District Collector is the head of the District Disaster Management Authority. അതൊക്കെ നമ്മൾ ഓർത്തിരിക്കുക. Then rehabilitation of the victims is the main intention of the management. We move on to another most important chapter, the Sarang of the Rana Ganji. ഏത് കഥ പഠിക്കുമ്പോഴും അതിൻ്റെ സമ്മറിയാണ് പഠിക്കുന്നത്. മെയിനായിട്ട് സമ്മറി ബേസ് ചെയ്ത് ആദ്യം നമുക്ക് പഠിക്കാം. ഇറ്റ്സ് എ നറേറ്റീവ്, ഇറ്റ് ഈസ് എ സ്റ്റോറീസ്, ഒരു വിവരണമാണ്. AJ ക്രോണിൻ്റെ ഒരു സ്റ്റോറിയാണ്. AJ ക്രോണിൻ്റെ സ്റ്റോറീസൊക്കെ ഭയങ്കര രസകരമാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ലൈഫിൽ നിന്നുണ്ടായ അനുഭവങ്ങളൊക്കെ രസകരം ഇൻ ദ സെൻസ് നമ്മൾ ഒരുപാട് തിങ്ക് ചെയ്യിപ്പിക്കുകയും നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറീസാണ്. സോ ദ നറേറ്റീവ് ഈസ് അബൌട്ട് എ ഷിപ്പ് വോയേജ്, ഒരു കപ്പൽ യാത്രയാണ് ഈ നറേറ്റീവ്. ആൻഡ് ദ നറേറ്റർ ഈസ് എ ഫിസിഷ്യൻ, AJ ക്രോണിൻ. AJ ക്രോണിൻ എന്ന് പറയുന്ന ഡോക്ടറാണ് നറേറ്റർ. The ship Rana Ganji start from Liverpool and its destination is Calcutta. റാണ ഗഞ്ചി എന്ന് പറയുന്ന ഷിപ്പ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ലിവർപൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എങ്ങോട്ട്? കൽക്കട്ടയിലേക്ക്. ആൻഡ് ദ ഷിപ്പ് ഈസ് തിക്ക് പാക്ഡ്. ഷിപ്പ് നിറയെ ആളുകളാണ്. വിത്ത് ആംഗ്ലോ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് ആൻഡ് ദെയർ ഫാമിലീസ്. ആംഗ്ലോ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് ഉണ്ട്, അവരുടെ ഫാമിലീസ് ഉണ്ട്. ടൂറിസ്റ്റ്, ധാരാളം ടൂറിസ്റ്റുകളുണ്ട്.
ഫ്രം സ്റ്റെം ടു സ്റ്റേൺ, അടി മുതൽ മുടി വരെ, സ്റ്റെം ടു സ്റ്റേൺ. So the ship Ranaganji starts from Liverpool to Calcutta. The ship is thick packed with tourists and Anglo-Indian army officers with their families. The voyage begins in a calm and clear weather. വളരെ ശാന്തമായ അന്തരീക്ഷത്തിലാണ് കടൽ യാത്ര ആരംഭിക്കുന്നത്. കടലിലൂടെ കപ്പലിന് സഞ്ചരിക്കണമെങ്കിലും ആകാശത്തിലൂടെ വിമാനത്തിന് സഞ്ചരിക്കണമെങ്കിലും നല്ല ശാന്തമായ അന്തരീക്ഷം ആവശ്യമാണ്. മിസ് ജോബ് സ്മിത്ത് ഹെഡ്സ് എ പ്ലഷർ ആക്ടിവിറ്റീസ് ഓഫ് ദ ഷിപ്പ്. ഷിപ്പിലെ പ്ലഷർ ആക്ടിവിറ്റീസ് ഹെഡ് ചെയ്യുന്ന ആളാണ്, പാർട്ടീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ആളാണ് ജോബ് സ്മിത്ത്. ആൻഡ് വാട്ട് ഹാപ്പൻസ്, നമ്മൾ ഇവൻസ് അങ്ങ് പറഞ്ഞു പോവാണ്. ഹസൻ ദ സെറാൻ അപ്രോച്ചസ് ദ ഡോക്ടർ ആൻഡ് ടെൽസ് ഹിം ദ 2 men are sick. ഹസൻ ഡോക്ടറെ വന്ന് കണ്ടിട്ട് പറയും 2 പേര് രോഗികളാണ്. ആൻഡ് ദേ ഷോ ദ സിംറ്റംസ് ഓഫ് സ്മോൾ പോക്സ്. അവരുടെ രോഗം എന്താണ്? സ്മോൾ പോക്സ് ആണ്. ബിക്കോസ് സ്മോൾ പോക്സ് ഈസ് ദ മോസ്റ്റ് സ്മോൾ പോക്സ് വാസ് ദ മോസ്റ്റ് കണ്ടാജിയസ് ഡിസീസ് അറ്റ് ദാറ്റ് ടൈം. അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ കണ്ടാജിയനാണ് സ്മോൾ പോക്സ് എന്ന് പറയുന്നത്. ദ ഡോക്ടർ അപ്രോച്ചസ് ക്യാപ്റ്റൻ ഹാമ്പിൾ. ക്യാപ്റ്റൻ ഹാമ്പിൾ കപ്പലിൻ്റെ ക്യാപ്റ്റനാണ്. ഹി വാസ് എ തിക് സെറ്റ് മാൻ ഓഫ് 55 വയസ്സുള്ള വളരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ ആയിട്ടുള്ള എന്നാൽ ഫെയർ മൈൻഡഡ്, നല്ല ശുദ്ധ മനസ്കനായ ഒരു ഉദ്യോഗസ്ഥനാണ്. ആൻഡ് ദ ക്യാപ്റ്റൻ എൻട്രസ് ദ ജോബ് ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ദ പേഷ്യൻസ് ഓൺ ഹസൻ ആൻഡ് ദ ഡോക്ടർ. ഹസനെയും ഡോക്ടറെയും പേഷ്യൻസിനെ നോക്കുന്ന കാര്യം ഏൽപ്പിക്കുകയാണ്. ദ ഡോക്ടർ ആൻഡ് ഹസൻ ടേക്ക് കെയർ ഓഫ് ദം. ഹസനും ഡോക്ടറും അവരെ ടേക്ക് കെയർ ചെയ്യുന്നു. സിൻസ് ദർ ഇസ് നോ റൂം ഫോർ ദം, ദേ അറേഞ്ച് എ സ്മോൾ കമ്പാർട്ട്മെൻറ്റ് ഇൻ ദ സ്റ്റേൺ ഓഫ് ദ ഷിപ്പ്. അവർക്കുള്ള സ്പേസ്, റൂം എന്ന് ഉദ്ദേശിക്കുന്ന സ്പേസ് ആണ്. രോഗികളെ കിടത്താൻ സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കപ്പലിൻ്റെ സ്റ്റേണിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു കമ്പാർട്ട്മെൻറ്റ് ബിൽഡ് ചെയ്യും. ദ ഡോക്ടർ ആൻഡ് ഹസൻ രണ്ടുപേരുടെ ടുഗദർ സ്പോഞ്ച് ദ പേഷ്യൻസ് വിത്ത് പെർമാംഗനേറ്റ് സൊല്യൂഷൻ. അവരുടെ ശരീരത്തിൽ പെർമാംഗനേറ്റ് സൊല്യൂഷൻ വെച്ച് സ്പോഞ്ച് ചെയ്യും. അഡ്മിനിസ്റ്റർ ടു ഈച്ച് മാൻ എ സ്ട്രോങ് ആൻറ്റിബയോട്ടിക്. രോഗം വേദനാജനകമാവാതിരിക്കാനും അധികം അപകടമാവാതിരിക്കാനും ആൻറ്റിബയോട്ടിക് കൊടുക്കും. ഹാങ് ഷീറ്റ് സോക്ഡ് ഇൻ ഡിസിൻഫെക്റ്റൻറ്റ് റൗണ്ട് ദ ഷെൽട്ടർ. ഡിസിൻഫെക്റ്റൻറ്റിൽ സോക്ക് ചെയ്ത മുക്കിയ ഷീറ്റ് ഷെൽട്ടറിന് ചുറ്റും തൂക്കിയിടും. അന്നത്തെ കാലത്ത് അതൊക്കെയായിരുന്നു ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. ആൻഡ് സെറ്റപ്പ് എ കുക്കിംഗ് സ്റ്റവ് ഫോർ പ്രിപ്പയറിങ് സിമ്പിൾ മീൽസ്. ലൈറ്റായിട്ടുള്ള ആഹാരങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുക്കിംഗ് സ്റ്റവ് സെറ്റപ്പ് ചെയ്തു. പിന്നെ എന്താ സംഭവിക്കുന്നത്? 1 more ബിക്കം സിക്ക് ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ ആദ്യം 2 പേര്, പിന്നെ ഒരാളൂടെ. ദ നമ്പർ ഇൻക്രീസസ് ടു 6, പിന്നെ 3 പേര്, ദെൻ ടു 10, പിന്നെ 4 പേര്, ആൻഡ് ഫൈനലി 14, പിന്നെ 4 പേര്. ആദ്യം 2, പിന്നെ 1 3, പിന്നെ 3 6, പിന്നെ 4 10, പിന്നെ 4 14. ദ നമ്പർ 1 more ബിക്കം സിക്ക് ദ നെക്സ്റ്റ് ഡേ. ദ നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻക്രീസസ് ടു 6, 10 ആൻഡ് ഫൈനലി 40. ഹസൻ ടേക്സ് കെയർ ഓഫ് ദം. ഹസൻ അവരെ സംരക്ഷിക്കുന്നു. ആൻഡ് ദേ വെയർ പുട്ട് ഇൻ എ മേക്ക് ഷിഫ്റ്റ് ലെസാർട്ടോ. ഇതിൻ്റെ ഈ വേർഡിൻ്റെ മീനിങ് ചോദിക്കാം. മേക്ക് ഷിഫ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ടെമ്പററി എന്നാണ്, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ലെസാർട്ടോ എന്ന് വെച്ചാൽ ഷെൽട്ടർ എന്നാണ്. ആൻഡ് ഹസൻ ടേക്സ് കെയർ ഓഫ് ദം വിതൗട്ട് എനി ഫിയർ, വിതൗട്ട് ദ എക്സ്പെക്ടേഷൻ ഓഫ് എനി റിവാർഡ്. ഫിയറും ഇല്ല, റിവാർഡ് കിട്ടുന്നുള്ള പ്രതീക്ഷ ഒന്നും ഇല്ലാതെയാണ്, ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഹസൻ അവരെ ടേക്ക് കെയർ ചെയ്യുന്നത്. ഹസൻ ടേക്സ് കെയർ ഓഫ് ദം വിതൗട്ട് എനി ഫിയർ ആൻഡ് വിതൗട്ട് ദ ഹോപ്പ് ഓഫ് എനി റിവാർഡ്. ദ ഫോളോയിങ് ഡേ 2 of the patients die. തൊട്ടടുത്ത ദിവസം 2 പേഷ്യൻസ് മരിക്കുന്നു. ഹസൻ റീഡ് സം ശ്ലോകാസ് ഫ്രം ദ രാമായണ. രാമായണത്തിലെ ശ്ലോകങ്ങൾ ഹസൻ വായിക്കുകയാണ്. ഹസൻ ഈസ് എ മുസ്ലിം, ബട്ട് വെൻ ദ പേഷ്യൻസ് ഡൈ ഹി റീഡ് ശ്ലോകാസ് ഫ്രം ദ രാമായണ. മരണം നടക്കുമ്പോൾ ഹിന്ദുസ് പാരായണം ചെയ്യുന്ന ഗ്രന്ഥമാണ് രാമായണം. അപ്പോൾ അത് ഹസൻ അറിയാം. ഹസൻ മുസ്ലിം ആണെങ്കിലും ഹസൻ അത് അറിയാം. ഹസൻ അത് പാരായണം ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ദിസ് ഷോസ് ദാറ്റ് ഹസൻ റെസ്പെക്ട്സ് ഓൾ റിലിജൻസ്. ഹസൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു. ആൻഡ് ഹി ഈസ് എ മാൻ ഓഫ് റിലീജിയസ് ടോളറൻസ്. ഹസൻ റിലീജിയസ് ടോളറൻസിൻ്റെ ആളാണ്. മതങ്ങളെല്ലാം മനസ്സോടെ സ്വീകരിക്കാൻ കഴിയുന്ന ആളാണ് ഹസൻ. ദ ഷിപ്പ് റീച്ചസ് കൊളംബോ. കപ്പൽ കൊളംബോയിലെത്തുന്നു. ആൻഡ് ദ പേഷ്യൻസ് ആർ അഡ്മിറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ. പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ദ ഓദർ ഫൈൻസ് ഹസൻ അൺലോഡിങ് ദ ലഗേജ്. ഹസൻ ലഗേജ് അൺലോഡ് ചെയ്യുന്നതാണ് ഓദർ പിന്നെ കാണുന്നത്. ജോബ് സ്മിത്ത് ആസ്ക് ഹിം വെയർ ഹി ഹാസ് കെപ്റ്റ് ദ ആനിമൽ ഡ്യൂറിങ് ദ ജേർണി. ഈ യാത്രയിൽ ഈ മൃഗത്തെ എവിടെയാണ് കീപ്പ് ചെയ്യുന്നത് ജോബ് സ്മിത്ത് ചോദിക്കുന്നു. ആൻഡ് ദ ഡോക്ടർ ആൻസേഴ്സ് ദ ആനിമൽസ് വെയർ ഓൾ ഔട്ട് സൈഡ്. ഇത് എത്ര തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ടെന്നറിയാമോ? ഡോക്ടർ മറുപടി കൊടുക്കുന്നത് ദ ആനിമൽസ് വെയർ ഓൾ ഔട്ട് സൈഡ് എന്നാണ്. ജോബ് സ്മിത്ത് ഈസ് എ പേഴ്സൺ ഓഫ് ഫിസിക്കൽ പെർസെപ്ഷൻ. ഫിസിക്കൽ പെർസെപ്ഷൻ, പുറമേ കാണുന്ന കാഴ്ചകളിൽ മയങ്ങുന്ന, പുറമേ കാണുന്ന ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിലെ കാഴ്ചപ്പാടുകളുള്ള വ്യക്തിയാണ് ജോബ് സ്മിത്ത്. ഹസൻ ഈസ് ദാറ്റ് ഓഫ് റിയൽ ആൻഡ് സ്പിരിച്വൽ പെർസെപ്ഷൻ. എന്നാൽ ഹസൻ അങ്ങനെയല്ല. ഹസൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന റിയൽ സ്പിരിച്വൽ ആധ്യാത്മികമായ പെർസെപ്ഷനുള്ള ആളാണ് ഹസൻ. ഓക്കെ, ജോബ് സ്മിത്ത് ഈസ് എ പേഴ്സൺ ഓഫ് ഫിസിക്കൽ പെർസെപ്ഷൻ, whereas ഹസൻ ഈസ് ദാറ്റ് ഓഫ് റിയൽ ആൻഡ് സ്പിരിച്വൽ പെർസെപ്ഷൻ. So let's look into it once again. വളരെ ഇമ്പോർട്ടൻറ്റ് സമ്മറിയാണ്. The narrative is about a ship voyage and the narrator is a physician A.J. Cronin. The ship Ranaganji starts from Liverpool to its destination Calcutta.
The ship is thick packed with tourists and Anglo-Indian army officers with their families. And the voyage starts in a calm and quiet weather. And Miss Job Smith heads the pleasure activities of the ship. The serang of the ship, Hassan, approaches the doctor and tells him that two men are sick. And they show the symptoms of smallpox. Smallpox was the most contagious disease on those days. And the doctor approaches Captain Humble, who was a thick-set man of 55, a strict disciplinarian and a fair-minded officer. And the doctor enters the job of taking care of the patients on Hassan and the doctor. The doctor and Hassan start taking care of them. Since there is no room for them, they arrange a small compartment in the stern of the ship. And the doctor and Hassan together sponsor the patients with permanganate solution, administer to each a strong antipyretic, hang sheets soaked in disinfectant around the shelter, and they set up a cooking stove for preparing simple meals. And one more becomes sick the next day. The number of patients increases to 6, 10, and finally 14. And Hassan take care of them. Those who are put in the makeshift lazaretto, that is the temporary shelter, without the hope of any reward or without any fear. ഭയവും ഇല്ല, പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയോടൊന്നും അല്ല, പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോടൊന്നും അല്ല, നന്മയോടുകൂടിയാണ് അദ്ദേഹം അവരെ ട്രീറ്റ് ചെയ്യുന്നത്. The following day, 2 of the patients die, and Hassan reads some slogas from the Ramayana, which shows that Hassan respects all religions. He is a man of religious tolerance. Though he is a Muslim, he respects all religions. And the ship reaches Colombo, and the patients are admitted in a hospital. And at this moment, the author finds Hassan unloading the luggage, and Job Smith asking him where he has kept the animal during the journey. And the doctor answers, the animals were all outside. ഇവിടെ പാസ്റ്റ് പറയുന്നത് കൊട്ടേഷൻ ഉള്ളിലാണ്, ഡോക്ടർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ്. And Job Smith is a person of physical perception, whereas Hassan is a person of real and spiritual perception. ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് സെന്റൻസ് കാണാൻ പഠിക്കുക. I'll repeat it once again. The narrative is about a ship voyage, and the narrator of the ship is A.J. Cronin, the physician of the ship. Sorry, the narrator is A.J. Cronin, the physician of the ship. The ship Ranaganji starts from Liverpool, and its destination is Calcutta. The ship is thick packed with tourists and Anglo-Indian army officers with their families. And the voyage starts in calm and clear weather, and Miss Job Smith heads the pleasure activities of the ship. The serang of the ship, Hassan, approaches the doctor and tells him that 2 men are sick. They show the symptoms of smallpox. Those days, smallpox was the most contagious disease known in this world. The doctor approaches Captain Humble, who was a thick-set man of 55 and a fair-minded officer, and he enters the job of taking care of the patients on Hassan and the doctor. The Hassan and doctor start taking care of them, but there was no room for them, no space for them, so they arrange a temporary small compartment in the stern of the ship. The doctor and Hassan, they sponsor the patients with permanganate solution, administer to each a strong antipyretic, hang sheets soaked in disinfectant around the shelter, and they set up a cooking stove to prepare simple meals. One more becomes sick the next day. The number of patients increases to 6, 10, and finally 14. And Hassan takes care of them without the hope of any reward or without fear. And the following day, 2 of the patients die. Hassan reads some slogas from Ramayana. Though he is a Muslim, he respects all religions. So we understand that he is a man of religious tolerance. And the ship reaches Colombo. The patients are admitted in the hospital, and Hassan engages in his activities of unloading the luggage. Mr. Job Smith asks doctor where he has kept the animal during the journey, and the doctor replies, the animals were all outside. Miss Job Smith is a person of physical perception, whereas Hassan is that of real and spiritual perception. So that's all about the summary. Then we will discuss Job Smith character. വളരെ ഷോർട്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടർ സ്കെച്ചാണ്. മിസ് ജോബ് സ്മിത്ത് ഈസ് എ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ഇൻ ദ ഷിപ്പ് റാണാഗഞ്ചി. നമുക്ക് അവിടെ വേണേൽ ഷിപ്പ് ഏതാന്ന് പറയാം. ദ ഷിപ്പ് വിച്ച് മെയ്ഡ് ഇറ്റ്സ് വോയേജ് ഫ്രം ലിവർപൂൾ ടു കൽക്കട്ട. He is the chief among the social promoters. Social promotersന്റെ ഇടയിലെ ചീഫാണ് ജോബ് സ്മിത്ത്. Okay, Miss Job Smith is a first class passenger in the ship Ranaganji, and she is the chief among the social promoters. Social promoter ഉദ്ദേശിക്കുന്നത് സോഷ്യൽ ആക്ടിവിറ്റീസ് നടത്തുന്ന ആളുകളെയാണ്. അവരുടെ ഫുൾ നെയിം ആയിരിക്കാം മാർജ് ജോബ് സ്മിത്ത്. ഈസ് എ ത്രസ്റ്റിംഗ് പേഴ്സൺ. ഇടിച്ചു കയറി വർത്താനം പറയുന്ന ആളാണ്. ഷീ ഈസ് എ ത്രസ്റ്റിംഗ് പേഴ്സൺ.
ഷീ ഈസ് ഓവർ 30, 30 വയസ്സിന് മുകളിൽ പ്രായം. ആൻഡ് ഈസ് ഡ്രസ്ഡ് സ്മാർട്ട്ലി, വളരെ സ്മാർട്ടായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുക, കണ്ട അത്രയും പ്രായമൊന്നും പറയത്തില്ല. ഷീ ഹാസ് എ ഡാഷിങ് സ്റ്റൈൽ, വളരെ ഡാഷിങ് ആയിട്ടുള്ള സ്റ്റൈൽ ഉള്ള ഒരു ലേഡിയാണ് ജോബ് സ്മിത്ത്. ഷീ അഡോപ്റ്റ് സച്ച് എ സ്റ്റൈൽ ടു ലുക്ക് യങ്ങർ, ചെറുപ്പമാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി വളരെ ഡാഷിങ് ആയിട്ടുള്ള മുടിയൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് ഇട്ടിട്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ് ജോബ് സ്മിത്ത്. മിസ് ജോബ് സ്മിത്ത് ഈസ് എ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ഇൻ ദ ഷിപ്പ് റാണാഗഞ്ചി. ഷീ ഈസ് ദ ചീഫ് എമംഗ് ദ സോഷ്യൽ പ്രൊമോട്ടേഴ്സ്. മാർജ് ജോബ് സ്മിത്ത് ഈസ് എ thrusting person and she is over 30 and is dressed smartly. She has a dashing style and she adopts such a style to look younger. She tries to speak in a high well-bred voice. ഉന്നത കുലരെ പോലെ സംസാരിക്കാനാണ് ശ്രമം. ഹൈ വെൽ-ബ്രെഡ് വോയിസ്. ഷീ ഈസ് എ സ്നോബ്, ഒരു പൊങ്ങച്ചക്കാരിയാണ്. ആൻഡ് എ ബോർ, പൊങ്ങച്ചക്കാരി മാത്രമല്ല ഭയങ്കര ബോറടിയാണ്, ബോറത്തിയാണ്. ആൻഡ് അസേർട്ടീവ് ബോർ, വെറും ബോറല്ല, ബോറടിക്കാതെ നമ്മൾ ഒഴിഞ്ഞു മാറാൻ പോയാൽ അവർ ഇടിച്ചു കയറി വന്ന് ബോറടിപ്പിച്ച് കളയും. ഷീ ഹെഡ്സ് ഓൾ ദ പ്ലഷർ ആക്ടിവിറ്റീസ് ഇൻ ദ ഷിപ്പ്. ഷിപ്പിലെ പ്ലഷർ ആക്ടിവിറ്റീസ് മുഴുവൻ ഹെഡ് ചെയ്യുന്നത് ആരാ? ജോബ് സ്മിത്ത് ആണ്. വെൻ ഷീ സീസ് ഹസൻ ദ സെറാങ് ഓഫ് ദ ഷിപ്പ്, ഷീ ഗെറ്റ്സ് എക്സൈറ്റഡ് ആൻഡ് ഷീ കൺസിഡേഴ്സ് ഹിം ടു ബി ആൻ അഗ്ലി ക്രീച്ചർ. സെറാങ്ങിനെ കാണുമ്പോൾ അവർ എക്സൈറ്റഡ് ആവും. ആൻഡ് ഷീ കൺസിഡേഴ്സ് ഹിം ടു ബി ആൻ അഗ്ലി ക്രീച്ചർ. ഹസനെ ഒരു അഗ്ലി ക്രീച്ചറായിട്ടാണ് അവർ കാണുന്നത്. ഷീ ഡസ് നോട്ട് ഹെസിറ്റേറ്റ് ടു എക്സ്പ്രസ് ഹർ ഫീലിങ്സ്. മനസ്സിൽ വരുന്നത് പുറത്ത് കാണിക്കാൻ ഒരു മടിയില്ലാത്തൊരു സ്ത്രീയാണ് അവർ. ഷീ ഈസ് എ പേഴ്സൺ ഓഫ് ഫിസിക്കൽ പെർസെപ്ഷൻ. പുറമൂടി കണ്ട് കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുന്ന, പെർസെപ്ഷൻ ഉണ്ടാക്കുന്ന ആളാണ് ജോബ് സ്മിത്ത്. വെരി സിമ്പിൾ. ഷീ ട്രൈസ് ടു സ്പീക്ക് ഇൻ എ ഹൈ വെൽ-ബ്രെഡ് വോയിസ്. ഷീ ഈസ് എ സ്നോബ് ആൻഡ് എ ബോർ. ഷീ ഈസ് എൻ അസേർട്ടീവ് ബോർ and she heads the pleasure activities of the ship. And when she sees Hasan, she considers him to be an ugly creature. She gets excited and she considers him to be an ugly creature. She does not hesitate to express her feelings and she is a person of physical perception. Okay, Miss Job Smith is a first class passenger in the ship Ranaganji and she is the chief among the social promoters. Marge Job Smith is a thrusting person. She is a snob and a bore. She is an assertive bore. She is over 30 and is dressed smartly. She has a dashing style and she adopts such a style to look younger. She tries to speak in a high, well-bred voice and she heads all the pleasure activities of the ship. When she sees Hasan, she gets excited. When she sees Hasan the Sarang, she gets excited and she considers him to be an ugly creature. She does not hesitate to express her feelings and she is a person of ഫിസിക്കൽ പെർസെപ്ഷൻ. ധാരാളം ഇത്ര എഴുതി വെച്ചാൽ മതി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ആൻഡ് ചുമ്മാതെ ഒരു ആൻസർ, ഡസ് അപ്പിയറൻസ് മാറ്റർ എന്നുള്ള ഒരു വട്ടം മറ്റോ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം നമുക്ക്. അപ്പിയറൻസിൽ കാര്യമുണ്ടോ അല്ലേ? അപ്പിയറൻസസ് ആർ ഓഫൺ ഡിസെപ്റ്റീവ് എന്ന് കേട്ടിട്ടില്ലേ? കാഴ്ച കണ്ടിട്ട് നമ്മൾ ആരെയും വിലയിരുത്തരുത്. അത് ചിലപ്പോൾ നമ്മളെ തെറ്റായ കാഴ്ചപ്പാടിലേക്ക് നയിച്ചേക്കാം. അപ്പിയറൻസസ് ആർ ഡിസെപ്റ്റീവ്. ഡിസെപ്റ്റീവ് എന്ന് വെച്ചാൽ വഞ്ചിക്കുന്നതെന്നാണ്. ഇൻ ടുഡേയ്സ് വേൾഡ്, ഇന്നത്തെ ലോകത്ത് അപ്പിയറൻസ് മാറ്റേഴ്സ്, അപ്പിയറൻസിൽ കാര്യമുണ്ട്. ബിക്കോസ് ഓഫ് ദ ചേഞ്ച്ഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ. ആളുകളുടെ കാഴ്ചപ്പാടൊക്കെ മാറിപ്പോയി. നല്ല ലുക്കിൽ വരുന്ന ആളുകളെ ആളുകൾ അംഗീകരിക്കുകയുള്ളൂ. പീപ്പിൾ ലൈക്ക് ലീഡ് എ ലൈഫ് ഓഫ് വാനിറ്റി ആൻഡ് ഇംപെർമനൻസ്. പൊങ്ങച്ചവും ഒരു സ്ഥിരതയൊന്നും ഇല്ലാത്തൊരു ജീവിതം. അപ്പം കാണുന്നത് പോലെ അപ്പോഴത്തെ സന്തോഷമാണ് ഏറ്റവും വലുത്. ദ മോഡേൺ ലൈഫ് ഹാസ് ബിക്കം ഷാലോ. ലൈഫിന് വലിയ മീനിങ് ഒന്നുമില്ല, ഷാലോ ആണ്. ഇറ്റ് ഈസ് എ വേൾഡ് ഇൻ വിച്ച് പീപ്പിൾ പ്രിറ്റൻഡ് ആൻഡ് ലീഡ് എ ഷാലോ ലൈഫ്. എല്ലാവരും പ്രിറ്റൻഡ്, കൂടുതൽ പേര് അഭിനയിക്കുന്ന ഒരു ലോകമാണ്. എന്നിട്ട് വലിയ അർത്ഥമൊന്നും ഇല്ലാതെ ജീവിക്കുകയാണ്. നമ്മളും എല്ലാം അങ്ങനെയൊക്കെ തന്നെ അല്ലേ? മോസ്റ്റ് പീപ്പിൾ ക്രിയേറ്റ് എ ഗുഡ് ഇംപ്രഷൻ വിത്ത് എ ഗുഡ് അപ്പിയറൻസ് ബൈ ഹൈഡിങ് ദിയർ റിയൽ സെൽഫ്. അതാ ചില ആളുകളുണ്ടല്ലോ, ദേ ക്രിയേറ്റ് എ ഗുഡ് ഇംപ്രഷൻ, നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും വിത്ത് എ ഗുഡ് അപ്പിയറൻസ്, നല്ല ലുക്കിലൊക്കെ വന്നിട്ട്, ബൈ ഹൈഡിങ് ദിയർ റിയൽ സെൽഫ്. പക്ഷെ അവരുടെ യഥാർത്ഥ നേച്ചറൊക്കെ അവരുടെ ഡ്രസ്സിൻ്റെ പുറകിൽ അവർ പാത്ത് വെച്ചിട്ടായിരിക്കും വരിക. സോ ഇൻ ടുഡേയ്സ് വേൾഡ് അപ്പിയറൻസ് മാറ്റേഴ്സ് ബിക്കോസ് ഓഫ് ദ ചേഞ്ച്ഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ. People like to lead a life of vanity and shallowness. So where people, it's a world where people pretend a lot. So some people, most people no വേണ്ട, some people no മതി, എല്ലാവരും ഒന്നും അങ്ങനെയൊന്നും അല്ല. Some people create a good impression with a good appearance by hiding real self. ഈ സമ്മിൽ നമ്മളും ഉണ്ട്, ഞാനും ഉണ്ട്, നിങ്ങളും ഉണ്ട്, ഓർക്കുക. It is said that the first impression is the best impression. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ്, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ബട്ട് ഇറ്റ് മേ നോട്ട് ബി എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. പക്ഷേ ആ ഫസ്റ്റ് ഇംപ്രഷൻ ലാസ്റ്റിംഗ് ആവണമെന്നില്ല, ദീർഘനേരം നിലനിൽക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല.
ഇഫ് എ പേഴ്സൺ വിത്ത് ഗുഡ് അപ്പിയറൻസ് ഫെയിൽസ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ബിഹേവ് വെൽ, നല്ല അപ്പിയറൻസ് ഉള്ള ഒരാൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബിഹേവ് ചെയ്യാനും ഫെയിൽ ആയാൽ വാട്ട് ഹാപ്പൻസ്? നമ്മൾ പിടിച്ച് ഉളമ്പാറെ കൊണ്ടുവിടും അല്ലേ? ദെൻ അപ്പിയറൻസ് ഡസ് നോട്ട് മാറ്റർ. അപ്പിയറൻസിൽ ഒരു കാര്യമില്ല. ഒരു വട്ടൻ നല്ല സ്യൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതിൽ എന്തോ കാര്യം? കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും വട്ടനാണെന്ന് അല്ലേ? നോബഡി വിൽ ഗീവ് ഹിം എ സ്പേസ്. ആരും അവൻ ഒരു സ്പേസും കൊടുക്കത്തില്ല. ഹി മേ ക്യാച്ച് ദ ഫസ്റ്റ് ഇംപ്രഷൻ ബട്ട് അൾട്ടിമേറ്റ്ലി ഹി വിൽ ഫെയിൽ. ഫസ്റ്റ് ഇംപ്രഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഡ്രസ്സിങ്ങിലൂടെ, പക്ഷെ അൾട്ടിമേറ്റ്ലി വലിയ സെൻസ് ഒന്നും ഉണ്ടാക്കില്ല. എ പേഴ്സൺ ഇൻ കെയർലെസ് അറ്റയർ, അറ്റയർ എന്ന് വെച്ചാൽ ഡ്രസ്സിങ് ആണ്, വലിയ ശ്രദ്ധയൊന്നും ഇല്ലാത്ത ഡ്രസ്സിങ്ങുമായിട്ട് വരുന്ന ആൾ മേ നോട്ട് ക്യാച്ച് യുവർ ഐസ്, നമ്മുടെ ശ്രദ്ധയൊന്നും പിടിച്ചു പറ്റണമെന്നൊന്നുമില്ല. ബട്ട് ഇഫ് ഹി ഈസ് ഇൻ്റലിജൻറ്റ്, പക്ഷേ അയാൾ ഇൻ്റലിജൻറ്റ് ആണെങ്കിൽ, ഓർ എ ജീനിയസ്, അയാൾ ജീനിയസ് ആണെങ്കിൽ, ഇഫ് ഹി കമ്മ്യൂണിക്കേറ്റ്സ് ആൻഡ് ബിഹേവ്സ് വെൽ, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പെരുമാറുകയും ചെയ്യുന്നെങ്കിൽ, പീപ്പിൾ വിൽ റെസ്പെക്ട് ഹിം, ആളെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. സോ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ബട്ട് ഇറ്റ് മേ നോട്ട് ബി എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. ഇഫ് എ പേഴ്സൺ വിത്ത് ഗുഡ് അപ്പിയറൻസ് ഫെയിൽസ് ടു ബിഹേവ് വെൽ, people may not give him value. He may catch the first impression, but he will fail ultimately. And a person in a careless attire may not catch your eyes at first, but if he behaves well, if he is intelligent, if he is a genius, people will respect him. Appearance without content cannot make a long-lasting impression. Content ഇല്ലാത്ത, അർത്ഥമില്ലാത്ത അപ്പിയറൻസിന് വലിയ ഇംപ്രഷൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. Yet, the first impression we make has a lot to do regarding our presence and the outcome of our action. നമ്മളുടെ പ്രസൻസ് കാണിക്കാനും നമ്മളുടെ പ്രവർത്തികളുടെ ഔട്ട്കം കാണിക്കാനും ഒക്കെ ഫസ്റ്റ് ഇംപ്രഷന് വലിയ പ്രാധാന്യമാണുള്ളത്. വെൻ വി പ്രസൻറ്റ് അവർ സെൽസ് ബിഫോർ ദ പബ്ലിക്, അപ്പിയറൻസ് മാറ്റേഴ്സ് വെരി മച്ച്. നമ്മളെ പബ്ലിക്കിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അപ്പിയറൻസിൽ വലിയ കാര്യങ്ങളുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പിയറൻസ് വിതൗട്ട് കണ്ടന്റ് കനോട്ട് മേക്ക് എ ലോങ് ലാസ്റ്റിംഗ് ഇംപ്രഷൻ. കണ്ടന്റ് ഇല്ലാത്ത അപ്പിയറൻസിന് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. But the first impression we make has a lot to do regarding our presence and the outcome of our action. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ഫസ്റ്റ് ഇംപ്രഷന് നമ്മളുടെ പ്രസൻസിനും ഔട്ട്കമിനും വലിയ പ്രാധാന്യമുണ്ട്. വെൻ വി പ്രസൻറ്റ് അവർ സെൽഫ് ബിഫോർ ദ പബ്ലിക്കിന് മുമ്പ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അപ്പിയറൻസ് മാറ്റേഴ്സ് വെരി മച്ച്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. എന്നോടെ നോക്കാം. ഇൻ ടുഡേയ്സ് വേൾഡ് അപ്പിയറൻസ് മാറ്റേഴ്സ് ബിക്കോസ് ഓഫ് ദ ചേഞ്ച്ഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ. People like to lead a life of vanity and impermanence, and the modern life has become shallow. It is a world where people pretend and they lead a shallow life. Some people create a good impression with good appearance by hiding their real self. It is said that the first impression is the best impression, but it may not be a lasting impression. If people with good appearance fail to communicate well, then appearance does not matter. Nobody will give them space. They may catch the first impression, but ultimately they will fail. A person in careless attire may not catch our attention, but if he proves to be a genius, we will definitely respect him. Appearance without content cannot make a long-lasting impression, but the first impression we make has a lot to do regarding our work. And when we present ourselves before the public, appearance matters a lot. Just നോക്കിയിട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച്, ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ചാണ് ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച്. ഇത് മാത്രം പഠിച്ചാൽ പോരാ. നമ്മളിത് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൽ പ്രഭാത് കുമാർ മുഖോപാധ്യായ ക്യാരക്ടർ പഠിക്കുന്ന പോലെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഏജ് അക്രോണിൻ്റെ ക്യാരക്ടറും പഠിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. സോ ഹസൻ, ഹൂ ഈസ് ഹസൻ? ഹസൻ ഈസ് ദ സെറാങ് ഓഫ് ദ ഷിപ്പ് റാണാഗഞ്ചി. മറ്റ് ക്യാരക്ടർ സ്കെച്ചസ് പഠിക്കുന്ന പോലെ വലിയ പ്രയാസമില്ല ഹസൻ്റെ ക്യാരക്ടർ പഠിക്കാൻ, കാരണം കഥയുമായിട്ട് റിലേറ്റഡ് ആണ്. ഹസൻ ഈസ് ദ സെറാങ് ഓഫ് ദ ഷിപ്പ് ദ റാണാഗഞ്ചി. റാണാഗഞ്ചി ഷിപ്പിലെ സെറാങ് ആണ് ഹസൻ. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ ഷിപ്പ് ഫോർ 15 years. 15 വർഷമായിട്ട് ഈ ഷിപ്പിലും 25 years ആയിട്ട് ഓർ 40 years ആയിട്ട് കപ്പലുകളിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഹസൻ. ഹി ഹെഡ്സ് ദ ക്രൂ ഓഫ് ലാസ്കേഴ്സ്. കപ്പലിലെ ചുമട്ടുതൊഴിലാളികളുടെ ക്രൂവിൻ്റെ ഹെഡാണ് അദ്ദേഹം. ഹി സൂപ്രണ്ടിൻസ് ദെയർ ആക്ടിവിറ്റീസ്. അവരുടെ ആക്ടിവിറ്റീസിനെ സൂപ്രണ്ടിൻ്റ് ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി. ഹി ഈസ് സ്ക്വാട്ട്. സ്ക്വാട്ട് എന്ന് വെച്ചാൽ തടിച്ചു കുറുകിയ ആളെയാണ് നമ്മൾ സ്ക്വാട്ട് എന്ന് വിളിക്കുന്നത്. ആൻഡ് എ വെരി അഗ്ലി ലുക്കിംഗ് സീമാൻ. കാഴ്ചയ്ക്ക് ഒരു ഭംഗിയുമില്ലാത്ത ഒരു സീമാൻ, കടൽ ജീവനക്കാരനാണ് ഹസൻ. ഹി ഹാസ് ഷോർട്ട് ലെഗ്സ്. ചെറിയ കാലുകളും ലാർജ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ഹെഡ്. ശരീരത്തിന് ചേരാത്ത വലിയ തലയുമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ദോ ഹി ലുക്ക് സ്ട്രേഞ്ച്. കണ്ടാൽ വളരെ സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുകയും ഈസ് ആൻ ആക്റ്റീവ് പേഴ്സൺ. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെയുള്ള ആളുകൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. അവർ ലോകത്തിൻ്റെ മൂല്യം അങ്ങനെയുള്ള ആളുകളിലാണ്. ചില ആളുകൾ ഭയങ്കര ആക്റ്റീവായിരിക്കും. അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരിക്കലും
അളക്കാൻ പോലും പറ്റില്ല. അവർക്ക് ഭയങ്കര സ്കില്ലായിരിക്കും. എല്ലാവരും അല്ല, ഇങ്ങനെയുള്ള ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകൾ വളരെ സ്കിൽഡ് ആയിരിക്കും. ഹി നെവർ കെയർസ് ഫോർ അതേഴ്സ് ഔട്ട്ലുക്ക് ഓൺ ഹിം. മറ്റുള്ളവർ തന്നെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു, തനിക്ക് ജന്മനാ കിട്ടിയ ഫിസിക്കൽ അപ്പിയറൻസ് തൻ്റെ കുഴപ്പമല്ല, അത് തൻ്റെ ക്യാരക്ടറും അല്ല. അതുകൊണ്ട് മറ്റുള്ളവർ തന്നെ മേലെ എന്ത് ഔട്ട്ലുക്ക് ഉണ്ടാക്കുന്നു അദ്ദേഹം ശ്രദ്ധിക്കാറില്ല. ഹി ഡസൻ കെയർ അതേഴ്സ് ഔട്ട്ലുക്ക് ഓൺ ഹിം. ഹി ഫോക്കസസ് ഓൺ ഡീഡ്സ് അതർ ദാൻ വേർഡ്സ്. വാക്കുകളേക്കാൾ കൂടുതൽ ഹസൻ ഫോക്കസ് ചെയ്യുന്ന പ്രവൃത്തിയിലാണ്, ഡീഡ്സിലാണ്. ഹസൻ ഫോക്കസസ് ഓൺ ഡീഡ്സ് അതർ ദാൻ വേർഡ്സ്. വെൻ ദ ട്രാവലേഴ്സ് ഫോൾ സിക്ക്, ട്രാവലേഴ്സ് രോഗികളാവുമ്പോൾ ഹസൻ ടേക്സ് കെയർ ഓഫ് ദം, അവരെ ടേക്ക് കെയർ ചെയ്യുന്നത് ഹസനാണ്. ആൻഡ് നോയിങ് ദാറ്റ് സ്മോൾ പോക്സ് ഈസ് ദ മോസ്റ്റ് കണ്ടാജിയസ് ഡിസീസ്, സ്മോൾ പോക്സ് ഏറ്റവും വലിയ പകർച്ചവ്യാധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹസൻ അവരെ ടേക്ക് കെയർ ചെയ്യുന്നത്. വിതിൻ ആൻ അവർ ഹി ഇറക്ട്സ് എ ടെമ്പററി ലാർജ് ക്യാൻവാസ് ഷെൽട്ടർ വിത്ത് സൈലന്റ് എഫിഷ്യൻസി. നിശബ്ദമായ എഫിഷ്യൻസിയോടുകൂടി, കഴിവോടുകൂടി ഹസൻ ഒറ്റ മണിക്കൂർ കൊണ്ടാണ് ഒരു ടെമ്പററി ലാർജ് ക്യാൻവാസ് ഷെൽട്ടർ ആരുടെ സഹായമില്ലാതെ നിർമ്മിക്കുന്നത്. വിതൗട്ട് എക്സ്പെക്ടിങ് എനി റിവാർഡുകളൊന്നും പ്രതീക്ഷിക്കാതെ ഹസൻ വർക്ക്സ് ഹാർഡ് ഫോർ ദ പേഷ്യൻസ്. ഹസൻ പേഷ്യൻസിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. ഇൻറ്റെൻഡിങ് ദ പേഷ്യൻസിനെ പരിരക്ഷിക്കുന്ന കാര്യത്തിൽ, സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഹി ഈസ് ഇൻഡിഫാറ്റിഗബിൾ, അക്ഷീണനാണ്. ഇൻഡിഫാറ്റിഗിൾ, ഫറ്റീഗ് എന്ന് വെച്ചാൽ ക്ഷീണം, ഇൻഡിഫാറ്റിഗിൾ എന്ന് വെച്ചാൽ ക്ഷീണം വരാത്ത ആൾ. ഇൻറ്റെൻഡിങ് ദ പേഷ്യൻസ്, ഹസൻ ഈസ് ഇൻഡിഫാറ്റിഗിൾ. ഹി കീപ്സ് ഹിംസെൽഫ് അവേക്ക്, ഉണർന്നിരിക്കുകയാണ് ഫുൾ ടൈം, ഉറക്കവേ ഇല്ല. വെന്നെവർ എ പേഷ്യൻ്റ് നീഡ്സ് ഹെൽപ്പ്, എപ്പോഴൊക്കെ ഒരു രോഗിക്ക് സഹായം ആവശ്യമാണോ ഹി ഗോസ് ടു ഹിം. അല്ലേ, ഒരു രോഗാതുരമായ അവസ്ഥയിൽ കിടക്കുന്ന ആളിന് തൊട്ടടുത്ത് ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് വലിയൊരു ആശ്വാസമായി. എത്ര വേദന ഉണ്ടെങ്കിലും അവർക്ക് സഹിക്കാൻ പറ്റും. പിന്നെ സിക്ക് മാൻ ഗ്രോൺസ് ഫെയിൻലി, ഏതെങ്കിലും ഒരു രോഗി വളരെ വീക്കായിട്ട് ഗ്രോൺ ചെയ്യുമ്പോൾ, കരയുമ്പോൾ ഹി സ്റ്റെപ്സ് ഫോർവേഡ്, ഹസൻ മുമ്പോട്ട് വരും. വിതൗട്ട് സൗണ്ട്, ശബ്ദമൊന്നും ഉണ്ടാക്കത്തില്ല. സക്കർ ഹിം, അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. സോ ഹസൻ ഫോക്കസസ് ഓൺ ഡീഡ്സ് റാദർ ദാൻ വേർഡ്സ്. When the travelers fall sick, Hassan takes care of them, knowing that smallpox is the most contagious disease in the world. And within an hour, he erects a large temporary large canvas shelter with silent efficiency. Without expecting any reward, Hassan takes care of them, and in tending the patients, Hassan is indefatigable. He keeps himself awake, and whenever a patient needs help, he goes to him. When a sick man groans faintly, he steps forward without sound to succor him. Succor എന്ന് വെച്ചാൽ ആശ്വസിപ്പിക്കുക. He is unmistakably sincere. സംശയം വേണ്ട, ഹസൻ സിൻസിയർ ആണ്. കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ഫ്രം ദ യൂഷ്വൽ ഹോപ്പ് ഓഫ് റിവാർഡ്. ടെക്സ്റ്റിലെ സെൻറ്റൻസ് ആണ്. സാധാരണ എല്ലാ ആളുകളും യൂഷ്വലി ഒരു ഹോപ്പ് ഉണ്ട് റിവാർഡിന് വേണ്ടി, ഹസൻ അതൊന്നുമില്ല. ദി ക്യാപ്റ്റൻ ടെൽസ് ഡോക്ടർ, ക്യാപ്റ്റൻ ഹസനെ പറ്റി പറയുന്നത് എന്താ, ഈസ് എ ഫൈനസ്റ്റ് മാൻ ഐ ഹാവ്, എൻ്റെ കയ്യിലുള്ള ഏറ്റവും മിടുക്കനായ മനുഷ്യനാണ് ഹസൻ. ആൻഡ് ദിസ് ഷോസ് ദി ക്യാപ്റ്റൻസ് ട്രസ്റ്റ് ഓൺ ദി സെറാങ്. ക്യാപ്റ്റൻ്റെ സെറാങ്ങിലുള്ള വിശ്വാസമാണത് കാണിക്കുന്നത്, ഹസൻ്റെ മേന്മയാണത് കാണിക്കുന്നത്. ഈസ് എ സ്റ്റേൺ ടൈപ്പ്, ഉറച്ച സ്വഭാവമുള്ള ആളാണ് ഹസൻ. ആൻഡ് ദ ഓണർ ഓഫ് എ ഗുഡ് പേഴ്സണാലിറ്റി, നല്ല വ്യക്തിത്വത്തിനുടമയാണ് ഹസൻ. ഹി ഈസ് എ സ്റ്റേൺ ടൈപ്പ് ആൻഡ് ദ ഓണർ ഓഫ് എ ഗുഡ് പേഴ്സണാലിറ്റി. ഹി ഹാസ് ട്രാവൽ ത്രൂ ഓൾ ദി ഓഷ്യൻസ്, എല്ലാ കടലുകളിലൂടെയും യാത്ര ചെയ്ത വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഹസൻ. ഹി ഈസ് നെവർ മാരീഡ്, വിവാഹം കഴിച്ചിട്ടില്ല. ഹി ഡസൻ ഹാവ് എനി റിലേറ്റീവ്സ്, അദ്ദേഹത്തിന് ബന്ധുക്കളും ഇല്ല. ഹി ഈസ് നെവർ മാരീഡ് ആൻഡ് ഹി ഡസൻ ഹാവ് എനി റിലേറ്റീവ്സ്. ദ ഒൺലി തിങ് ഹി ഓൺസ് ഈസ് എ ലിറ്റിൽ മണി, അയാൾക്ക് സ്വന്തമായിട്ടുള്ളത് കുറച്ച് പണം, ശകലം പണം മാത്രമാണ്. വെൻ ദ ഓദർ ഇൻസിസ്റ്റ് ഹിം ടു ഡിമാൻഡ് ഫോർ മോർ മണി, കൂടുതൽ പണം ആവശ്യപ്പെടാൻ പറയുമ്പോൾ ഹസൻ ചോദിക്കും, വാട്ട് യൂസ് ഈസ് മണി ഡോക്ടർ സാഹിബ് ടു വൺ ഹൂ ഹാസ് ഓൾ ഹി നീഡ്സ്. ആ കാണാൻ പഠിക്കുക. വാട്ട് യൂസ് ഈസ് മണി ഡോക്ടർ സാഹിബ് ടു വൺ ഹൂ ഹാസ് ഓൾ ഹി നീഡ്സ്. എല്ലാ നീഡുകളും കേട്ടറിയപ്പെടുന്ന ഒരാൾക്ക് പണം എന്തിനാണ് എന്നാണ് അദ്ദേഹം ഡോക്ടറിനോട് ചോദിക്കുന്നത്. ഇതിന് ഓപ്പോസിറ്റ് ഒരു സെൻറ്റൻസ് നമുക്ക് ഗൂസ്ബെറീസിൽ കാണാം. മണി ലൈക്ക് വോഡ്ക ക്യാൻ പ്ലേ ക്യൂർ ട്രിക്സ് വിത്ത് എ മാൻ. ക്യൂർ എന്ന് വെച്ചാൽ സ്ട്രേഞ്ച്. വോഡ്ക കഴിച്ച ഒരാൾ എങ്ങനെ സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യുമോ അതേപോലെ പണത്തോട് ആഗ്രഹമുള്ള ഒരാൾ സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യാം. നിക്കോളെ ഐവനിസിൻ്റെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ്. ഹസൻ ഈസ് വെൽ ഇനഫ് ദ വേ ഹി ഈസ്. ഹസൻ എങ്ങനെയാണോ അങ്ങനെ അദ്ദേഹം അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഹി ഹാസ് നോ ഇൻട്രസ്റ്റ് ഓൺ മണി, പണത്തോടൊരു താല്പര്യമില്ല. ഹി ഓൾവേസ് ഡിസ്റിഗാർഡ്സ് ടുമോറോ, നാളെ എന്നൊരു ചിന്ത ഹസന് ഇല്ല. ഒരുപാട് സെൻറ്റൻസുകളുണ്ട്. ഹി കീപ്സ് കറേജ്, ധൈര്യമുണ്ട് അദ്ദേഹത്തിന്. സെൽഫ് കൺട്രോൾ, വ്യക്തിപരമായ കൺട്രോൾ ഉള്ള ആളാണ്. ഫെയ്ത്ത്, വിശ്വാസമുള്ള ആളാണ്. വൈൽ ദ മെൻ ഹൂ വർക്ക് അറൗണ്ട് ലിവ് ആൻഡ് ഡൈ പുവർ, ചുറ്റും ജോലി ചെയ്യുന്ന ആളുകൾ ജീവിക്കുന്നതും മരിക്കുന്നതും പുവറായിട്ടാണെങ്കിൽ ഹസൻ ലീഡ്സ് എ കണ്ടന്റഡ് ലൈഫ് വിത്ത് വാട്ട് ഹി ഹാസ്. തനിക്കുള്ളത് വെച്ചിട്ട് ഹസൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്നു. ഹി ഈസ് എ റോൾ മോഡൽ
for all of us. നമുക്കെല്ലാം റോൾ മോഡലാണ് ഹസൻ. ഹസൻ സിംബലൈസസ് ദ റിയൽ പെർസെപ്ഷൻ ഓഫ് ലൈഫ്. ഹസൻ സിംബലൈസ് ചെയ്യുന്നത് ലൈഫിൻ്റെ റിയൽ പെർസെപ്ഷനെയാണ്. The doctor finally understands that Hassan is the only human being in the ship, the real human being of selfless service. ഷിപ്പിലെ ഒരേ ഒരു ഹ്യൂമൻ ബീങ് ആണ് ഹസൻ, ദ റിയൽ ഹ്യൂമൻ ബീങ് ഓഫ് സെൽഫ്ലെസ് സർവീസ്. സെൽഫ്ലെസ് ആയിട്ട് സർവീസ് ചെയ്യുന്ന ഒരേ ഒരു മനുഷ്യനാണ്, ഒരേ ഒരു ഹ്യൂമൻ ബീങ് ആണ് ഹസൻ. ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് അത്യാവശ്യം ഒന്നുകൂടെ നോക്കാം. ഹസൻ ഈസ് ദ സെറാങ് ഓഫ് ദ ഷിപ്പ് റാണാഗഞ്ചി. He has been working in the ship for the past 15 years and he heads the crew of lascars and he superintends their activities. ഹസൻ ആരാണെന്ന് അവിടെ പറയുന്നു. ഇനി ഹസൻ്റെ ശരീരത്തെ വർണ്ണിക്കുകയാണ്. He is a squat and a very ugly looking seaman. He has short legs and a large disproportionate head. Though he looks strange, he is a very active person. He never cares for others' outlook on him. ഇത് ഇത്രയും ഹസൻ്റെ ലുക്കിനെ പറ്റി ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ആണ്. He is a squat and a very ugly looking seaman. He has short legs and a large disproportionate head. Though he looks strange, he is a very active person and he never cares for others' outlook on him. He is a sarang of the ship Ranaganji. He heads the crew of lascars and he superintends their activities. He has been working in the ship for the past 15 years. And Hassan focuses on deeds rather than words. When the travelers fall sick, he takes care of them, knowing that smallpox is the most contagious disease in the world. And within an hour, Hassan is very efficient. Within an hour, he erects a large canvas shelter, and without expecting any reward, Hassan takes care of the patients. And in tending the patients, Hassan is indefatigable. Akshinan. He keeps himself awake. And whenever a patient groans, murulumbol, whenever a patient needs help, he goes to him to give him succor. ആശ്വസിപ്പിക്കാൻ വേണ്ടി അടുത്ത് പോകും. Whenever a sick man groans painfully, ഒരു sick man groan ചെയ്യുമ്പോൾ, he goes to him and succor him. അവനെ ആശ്വസിപ്പിക്കും. ഒരു ശബ്ദം ഉണ്ടാക്കാതെ അയാളുടെ അടുത്ത് പോകുന്നത്. ഒരു മുഷിച്ചിലും ഇല്ല, ഒരു റിവാർഡിൻ്റെ ഒരു ആഗ്രഹവും ഇല്ല, ഉറങ്ങണമെന്ന ചിന്തയില്ല. എന്തൊരു വലിയ മനുഷ്യനാണെന്ന് ചിന്തിക്കുക. ഹസൻ ഈസ് അൺമിസ്റ്റേക്കബിളി സിൻസിയർ. സംശയം വേണ്ട, അദ്ദേഹം സിൻസിയറാണ്. കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ഫ്രം ദി യൂഷ്വൽ ഹോപ്പ് ഓഫ് എ റിവാർഡ്. ഒരു റിവാർഡ് എന്നൊരു ഹോപ്പേ അദ്ദേഹത്തിനില്ല, ഡിറ്റാച്ച്ഡ് ആണ്. ദി ക്യാപ്റ്റൻ ടെൽസ് ഡോക്ടർ ഹി ഈസ് ദ ഫൈനസ്റ്റ് മാൻ ഐ ഹാവ്. എൻ്റെ കയ്യിലുള്ള ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഹസൻ. ദിസ് ഷോസ് ദി ക്യാപ്റ്റൻസ് ട്രസ്റ്റ് ഓൺ ദ. ഹി ഈസ് എ സ്റ്റേൺ ടൈപ്പ് ആൻഡ് ദ ഓണർ ഓഫ് എ ഗുഡ് പേഴ്സണാലിറ്റി. വളരെ സ്റ്റേൺ ആയിട്ടുള്ള ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് ഹസൻ. ഹി ഹാസ് ട്രാവൽ ത്രൂ ഓൾ ദ ഓഷ്യൻസ്. ഹസൻ എല്ലാ ഓഷ്യൻസിലൂടെയും ട്രാവൽ ചെയ്തിട്ടുണ്ട്. നൗ ഹി ഈസ് നെവർ മാരീഡ്. ഹസൻ മാരി ചെയ്തിട്ടില്ല. ആൻഡ് ഹി ഡസൻ ഹാവ് എനി റിലേറ്റീവ്സ്. ഹസന് ബന്ധുക്കളും ഇല്ല. ദ ഓൺലി തിങ് ഹി ഓൺസ് ഈസ് എ ലിറ്റിൽ മണി. ഹസന് സ്വന്തമായിട്ട് കുറച്ച് പണം മാത്രമേ ഉള്ളത്. And the other insists him to demand for more money. കൂടുതൽ പണം ആവശ്യപ്പെടാൻ പറയുമ്പോൾ he says, what use is money, Dr. Sahib, to one who has all he needs. പണം ഉള്ള ആവശ്യങ്ങളെല്ലാം നിർവഹിക്കപ്പെടുന്ന ഒരാൾക്ക് എന്തിനാണ് സർ പണം? He is well enough the way he is. അദ്ദേഹം എങ്ങനെയാണോ അങ്ങനെ സംതൃപ്തനാണ്. He has no interest on money. പണത്തോട് ഒരു താല്പര്യമില്ല. And he always disregards tomorrow. നാളെ എന്നൊരു ചിന്തയൊന്നും ഹസന് ഇല്ല. ഹസൻ കീപ്സ് കറേജ്. ധീരനാണ്. സെൽഫ് കൺട്രോൾ ആൻഡ് ഫെയ്ത്ത്. While the men who work around live and die poor, ചുറ്റുമുള്ള ആളുകൾ പൂറായിട്ട് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുമ്പോൾ ഹസൻ ലീഡ്സ് എ കണ്ടന്റഡ് ലൈഫ് വിത്ത് വാട്ട് ഹി ഹാസ്. തനിക്കുള്ളതുമായിട്ട് ഹസൻ വളരെ സംതൃപ്തമായിട്ട് ജീവിക്കുന്നു. ഹി ഈസ് എ റോൾ മോഡൽ ഫോർ ഓൾ ഓഫ് അസ്. നമുക്കെല്ലാം ഒരു റോൾ മോഡലാണ് ഹസൻ. ഹസൻ സിംബലൈസസ് ദ റിയൽ പെർസെപ്ഷൻ ഓഫ് ലൈഫ്. ലൈഫിൻ്റെ റിയൽ പെർസെപ്ഷനാണ് ഹസൻ സിംബലൈസ് ചെയ്യുന്നത്. ആൻഡ് ദ ഡോക്ടർ ഫൈനലി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഹസൻ ഈസ് ദ ഓൺലി ഹ്യൂമൻ ബീങ് ഇൻ ദ ഷിപ്പ്. ഷിപ്പിലെ ഒരേ ഒരു ഹ്യൂമൻ ബീങ് ആണ് ഹസൻ, ദ റിയൽ ഹ്യൂമൻ ബീങ് ഓഫ് സെൽഫ്ലെസ് സർവീസ്. സെൽഫ്ലെസ് ആയിട്ട് സർവീസ് ചെയ്യുന്ന ഒരു യഥാർത്ഥ ഹ്യൂമൻ ബീങ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ്. ഹസൻ്റെ ക്യാരക്ടർ സമ്മറി ഇത് രണ്ടും പഠിച്ചാൽ അത്യാവശ്യം ഏത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ജോബ് സ്മിത്തിൻ്റെ ക്യാരക്ടർ നമ്മൾ വേറെ പഠിക്കുന്നു. അത് നമ്മുടെ സമ്മറിയിലൊന്നും അധികം ആവശ്യം വരില്ല. ആൻഡ് ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഓതർ ഷിപ്പ് റാണാഗഞ്ചിയുടെ ഓണറിന് ഒരു കത്തയക്കുന്നു. ഹസൻ്റെ സാലറി കൂട്ടിക്കൊടുക്കണമെന്നും ഹസൻ്റെ വർക്കിനെ അംഗീകരിക്കണമെന്നും പറഞ്ഞ് നമ്മുടെ ഡോക്ടർ ഇത്രയുടെ ഉയർന്ന പൊസിഷനിലുള്ള ആളാണല്ലോ, അദ്ദേഹം ഈ ഷിപ്പിൻ്റെ ഓണറിന് അയക്കുന്നൊരു കത്ത് ചോദിക്കാം. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഹസന് സാലറി കൂട്ടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓതർ എഴുതുന്ന കത്ത് പഠിക്കും. ഒരു കത്ത് എഴുതുമ്പോൾ ആദ്യം സെൻഡേഴ്സ് നെയിം വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വെക്കാറില്ല. അഡ്രസ്സ് ഇവിടെ ദ ഫിസിഷ്യൻ റാണാഗഞ്ചി എന്ന് എഴുതുക. പഴയ ഡേറ്റ് വെച്ചിരിക്കുന്നത് 18 ജൂൺ 1812. ചുമ്മാ ഒരു ഡേറ്റ് പഴയൊരു ഡേറ്റ് വെച്ചെന്നുള്ളൂ. 2 എന്ന് എഴുതാം. ഈസ്റ്റേൺ എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. റാണാഗഞ്ചിയുടെ ഓണർഷിപ്പ് ഈസ്റ്റേൺ എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, ലണ്ടൻ. ഇവിടെ ഒരു സ്പേസ് വേണം.
നമ്മൾ റെസ്പെക്റ്റഡ് സർ എന്ന് എഴുതുന്നു, കോമ ഇടുന്നു, സബ്ജക്റ്റ്. ഇതൊരു ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോർമാറ്റാണ്. ഫ്രം അഡ്രസ്സ്, ഒരു സ്പേസ്, ഫുൾ ഡേറ്റ്, ഇങ്ങനെ ഡേറ്റ് വെക്കേണ്ടത്. ടു അഡ്രസ്സ്, സല്യൂട്ടേഷൻ, പിന്നെ സബ്ജക്റ്റ്. റിഗാർഡിംഗ് ദ സർവീസ് ഓഫ് ദ സർ ആൻഡ് ഹസൻ, ഹസൻ്റെ സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ചുമ്മാ ഡയറക്റ്റ് പറയണം. ഐ ആം ദ ഫിസിഷ്യൻ ഹു ട്രാവൽ ഫ്രം ലിവർപൂൾ ടു കൽക്കട്ട ഇൻ റാണാഗഞ്ചി. റാണാഗഞ്ചിയിൽ ലിവർപൂൾ മുതൽ കൽക്കട്ട വരെ യാത്ര ചെയ്ത ഫിസിഷ്യനാണ് ഞാൻ. ദ ട്രിപ്പ് വാസ് ഇവൻറ്റ്ഫുൾ. ട്രിപ്പ് നിറയെ ഒരുപാട് സംഭവങ്ങളുണ്ടായി. 14 of the passengers became sick out of small pox. 14 പാസഞ്ചേഴ്സിന് രോഗം, സ്മോൾ പോക്സ് വന്നു. ഹസൻ ദ സെറാൻ took care of them. ഹസൻ അവരെ ടേക്ക് കെയർ ചെയ്തു. സാറ്റ് വിത്ത് ദം, അവരോടൊപ്പം ഇരുന്നു. സൊലൈസ് ദം, അവരെ ആശ്വസിപ്പിച്ചു. ആൻഡ് പ്രേഡ് ഫോർ ദം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ യുവർ ഷിപ്പ് ഫോർ 15 years. കഴിഞ്ഞ 15 വർഷമായിട്ട് താങ്കളുടെ കപ്പലിൽ ജോലി ചെയ്യാണ് ഹസൻ. ഹി ഹാസ് നെവർ ബീൻ ഗിവൺ ദ റിവാർഡ് ഹി ഡിസേർവ്സ്. ഹസൻ അർഹിക്കുന്ന റിവാർഡ് ഇന്നുവരെ ഹസന് കിട്ടിയിട്ടില്ല. I have never seen such a dedicated and selfless human being. ഇത്രയും ഡെഡിക്കേഷൻ ഉള്ള സെൽഫ്ലെസ് ആയിട്ട് സർവീസ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ബീങ്ങിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഐ റിക്വസ്റ്റ് യു ടു ഗീവ് ഹിം എ പ്രൊമോഷൻ ആൻഡ് ആൻ ഇൻക്രീസ് ഇൻ സാലറി. ഹസൻ്റെ ഒരു പ്രൊമോഷനും ഒരു സാലറിയിൽ ഇൻക്രീസും കൊടുക്കാൻ താങ്കളോട് ഞാൻ ആവശ്യപ്പെടുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ. ഐ എം ദ ഫിസിഷ്യൻ ഹു ട്രാവൽ ഫ്രം ലിവർപൂൾ ടു കൽക്കട്ട ഇൻ റാണാഗഞ്ചി. ദ ട്രിപ്പ് വാസ് ഇവൻറ്റ്ഫുൾ. 14 of the passengers became sick out of smallpox. Hasan the Saran took care of them, sat with them, solaced them, and prayed for them. He has been working in her ship for 15 years. He has never been given the reward he deserves. I have never seen such a dedicated and selfless human being. I request you to give him a promotion and an increase in salary. അല്ലാതുള്ള സമ്മറി എല്ലാം കൂടെ വലിച്ചു വാരി എഴുതേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷേ കണ്ടന്റ് ചോദ്യം ഇതായിരിക്കണം. ഹസന് സാലറി കൂട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതുന്ന കത്തായിരിക്കണം. അതല്ല ഹസനെ പറ്റി എഴുതുന്ന കത്താണെങ്കിലും ധാരാളമാണ്. താങ്ക് യു, ഫുൾ സ്റ്റോപ്പ്. ഒഫീഷ്യൽ ലെറ്റർ ആണ്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സിന് അപ്പോസ്ട്രോഫി ഇല്ല. ഫെയ്ത്ത്ഫുള്ളി കഴിഞ്ഞ് കോമ ഇടണം. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതുന്നതിന് യുവേഴ്സിന് അപ്പോസ്ട്രോഫി ഇല്ല. യുവേഴ്സിൻ്റെ സ്മോൾ ലെറ്ററുമാണ്. സിഗ്നേച്ചർ ആൻഡ് പേര്. സാധാരണ പേര് തുടക്കത്തിലല്ല വെക്കേണ്ടത്, അവസാനമാണ്. എല്ലാം ലെഫ്റ്റ് സൈഡ് അലൈൻമെൻറ്റ്. ഒരു ലെറ്ററിൻ്റെ അലൈൻമെൻറ്റ് കണ്ടോ? എല്ലാം ലെഫ്റ്റ് സൈഡാണ്. എല്ലാം ഒറ്റ വര വരച്ചാൽ ആ വരയെ നിൽക്കും. കണ്ടോ? അത്ര ഭംഗിയായിരിക്കണം ലെറ്റർ എഴുതുമ്പോൾ. ഒരു ഫ്രഷ് പേജിൽ എഴുതുക. ഇനി അടുത്തത് ഹസനെ അനുമോദിച്ചുകൊണ്ടൊരു യോഗം കൂടി. അതിൽ ഹസൻ നടത്തുന്ന താങ്ക്സ് ഗിവിങ് സ്പീച്ച് ടെക്സ്റ്റിൽ കിടക്കുന്ന ആക്ടിവിറ്റിയാണ്. ഹസൻ പറയുന്ന സ്പീച്ചാണ്. ഹസനെ അനുമോദിച്ചുകൊണ്ടുള്ള യോഗത്തിൽ ഹസൻ നടത്തുന്ന സ്പീച്ച്. ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ സച്ച് ആൻ ഓസ്പീഷ്യസ് ഒക്കേഷൻ. ഇത്തരം മഹനീയമായ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഐ എം വെരി ഗ്ലാഡ് ദാറ്റ് ദ കമ്പനി ഷോഡ് ദ കൈൻഡ്നെസ് ടു ഓണർ മീ. എന്നെ ഓണർ ചെയ്യാനുള്ള കൈൻഡ്നെസ്, ദയ കമ്പനി കാണിച്ചു എന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഐ വാസ് നെവർ റിവാർഡഡ്. എനിക്ക് ഒരു റിവാർഡും കിട്ടിയിട്ടില്ല. ആൻഡ് ഐ ഡിഡ് മൈ ഡ്യൂട്ടീസ് വിത്തൗട്ട് എക്സ്പെക്ടിങ് എനി റിവാർഡ്സ്. ഞാൻ എൻ്റെ ഡ്യൂട്ടീസ് ഒന്നും ചെയ്തത് റിവാർഡ് എക്സ്പെക്ട് ചെയ്തിട്ടല്ല. ഐ ഹാവ് നെവർ എക്സ്പെക്റ്റഡ് സച്ച് എ റിവാർഡ്. ഞാൻ ഇത്തരത്തിലൊരു റിവാർഡ് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇൻ ദിസ് ഒക്കേഷൻ, ഈ അവസരത്തിൽ ഐ വോണ്ട് ടു ടെൽ യു ഓൾ ടു ബി സിൻസിയർ ആൻഡ് ലോയൽ ടു ദ വർക്ക് ദാറ്റ് യു ആർ ഡീലിംഗ് വിത്ത്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ബി സിൻസിയർ ആൻഡ് ലോയൽ ടു ദ വർക്ക് യു ആർ ഡീലിംഗ് വിത്ത്. നിങ്ങൾ ചെയ്യുന്ന ജോലിയോട്, തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കുമെന്നാണ്. വി ഷുഡ് ഹാവ് എ തറോ ബിലീഫ് ഇൻ ഗോഡ്. ദൈവത്തിലൊരു കടുത്ത വിശ്വാസം ഉണ്ടാവണം നമുക്ക്. വി ഷുഡ് ഷോ പേഷ്യൻസ്. ക്ഷമ വേണം. കൈൻഡ്നസ്, ദയ വേണം. എമ്പതി, അനുതാപം വേണം. മറ്റുള്ളവരോട് അവരുടെ ബുദ്ധിമുട്ടുകളിൽ അവരോടൊപ്പം ഇരുന്ന് ഫീൽ ചെയ്യാൻ കഴിയണം. ആൻഡ് കെയർ ടു അവർ ഫെലോ ബീങ്സിനോട് കെയർ വേണം. Okay, I'm very happy to be here on such an auspicious occasion. I'm very glad that the company has showed the kindness to honor me. I was never rewarded, and I did my duties without expecting any rewards. I have never expected such a reward. In this occasion, I want to tell you all to be sincere and loyal to the work that you are dealing with. We should have a thorough belief in God. We should have a thorough belief in God. ദൈവത്തിൽ കടുത്ത വിശ്വാസമാണ് നമുക്ക്. We should show patience, kindness, empathy and care to our fellow beings. We should be optimistic and should have the feeling that only good will happen. നന്മയെ സംഭവിക്കും എന്നുള്ള ഒപ്റ്റിമിസ്റ്റിക് നേച്ചർ ആയിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. ഗുഡ് ക്യാൻ ഹാപ്പൻ ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റീസ്.
ഏത് പ്രയാസങ്ങളിലും നന്മ സംഭവിക്കാം. ഇതേ സെൻറ്റൻസ് ഞാൻ നോട്ടിൽ പലയിടത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പഠിച്ച് ബുദ്ധിമുട്ടായിരിക്കാൻ വേണ്ടിയാണ് സെയിം സെൻറ്റൻസ് വരുന്നത്. വി ഷുഡ് ബി ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് ഷുഡ് ഹാവ് ദ ഫീലിംഗ് ദാറ്റ് ഓൺലി ഗുഡ് വിൽ ഹാപ്പൻ. ഗുഡ് ക്യാൻ ഹാപ്പൻ ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റീസ്. പിന്നെ ഹസൻ നന്ദി പറയണം അല്ലേ. ഐ കൺവേ മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ഡോക്ടർ ഫോർ ബീയിങ് വിത്ത് മീ ഇൻ ദിസ് ഗ്രേറ്റ് വെഞ്ചർ. ഈ മഹനീയമായ സാഹചര്യത്തിൽ പേഷ്യൻസിനെ ടെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ എന്നോടൊപ്പമുള്ള ഡോക്ടറിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ഞാൻ അറിയിക്കുന്നു. ഐ എം താങ്ക്ഫുൾ ടു ദ ക്യാപ്റ്റനോടുള്ള നന്ദി അറിയിക്കുന്നു ഫോർ ദ സപ്പോർട്ട് ആൻഡ് ട്രസ്റ്റ് ഹി ഹാസ് ഗിവൺ മീ. അദ്ദേഹം എനിക്ക് തന്ന സപ്പോർട്ടിനും ട്രസ്റ്റ് വിശ്വാസത്തിനും അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ഹി ഈസ് ദ ഓൺലി പേഴ്സൺ ഹു ഹാസ് റിയലി റെക്കഗ്നൈസ്ഡ് മീ. എന്നെ തിരിച്ചറിഞ്ഞ ഒരേ ഒരു വ്യക്തിയാണ് ക്യാപ്റ്റൻ. ഐ എം ഓൾസോ താങ്ക്ഫുൾ ടു ദ ജനറൽ മാനേജർ ആൻഡ് ദ ഡയറക്ടർ ഓഫ് ഈസ്റ്റേൺ എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈസ്റ്റേൺ എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജറിനോടും ഡയറക്ടറിനോടുള്ള നന്ദി അറിയിക്കുന്നു. എന്നോട് നോക്കിക്കേ. ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ സച്ച് ആൻ ഓസ്പീഷ്യസ് ഒക്കേഷൻ. ഐ എം വെരി ഗ്ലാഡ് ദാറ്റ് ദ കമ്പനി ഹാസ് ഷോഡ് ദ കൈൻഡ്നെസ് ടു ഓണർ മീ. ഐ വാസ് നെവർ റിവാർഡഡ് ആൻഡ് ഐ ഡിഡ് മൈ ഡ്യൂട്ടീസ് വിതൗട്ട് എക്സ്പെക്ടിങ് എനി റിവാർഡ്. I have never expected such a reward. In this occasion, I want to tell you all to be sincere and loyal to the work that you are dealing with. We should have thorough belief in God. We should show patience, kindness, empathy and care to our fellow beings. We should be optimistic and should have the feeling that only good will happen. Good can happen out of any adversities. I convey my sincere gratitude to the doctor who was with me on this adventurous occasion. And I thank the captain of the ship who has shown trust on me and who has supported me. The captain is the only person who has recognized my talents. And I am thankful to the general manager as well as the director of the Eastern Exports Private Limited. ഇവിടെ ജോബ് സ്മിത്ത് റിഗ്രറ്റ്ഫുൾ ആയിട്ട് കുറ്റബോധത്തോടെ പശ്ചാത്താപത്തോടെ വന്ന് ഹസനോട് നടത്തുന്ന ഒരു കോൺവെർസേഷൻ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ഈ യൂണിറ്റിൽ നിന്ന് പോസിബിലിറ്റി ഉള്ളൊരു ചോദ്യം എന്ന നിലയ്ക്ക് തരുവാണ്. റിഗ്രറ്റ്ഫുൾ ആയിട്ടുള്ള കുറ്റബോധത്തോടെയുള്ള ജോസ് സ്മിത്തിൻ്റെ ഹസനുമായിട്ടുള്ള സംഭാഷണം. അപ്പോൾ ആദ്യം ജോസ് സ്മിത്ത് തുടങ്ങും. ഒരു സംഭാഷണം നമ്മൾ ഒരു ഡയലോഗ് എൻഡ് ചെയ്യുമ്പോൾ അടുത്ത ഡയലോഗിനുള്ള ഓപ്പണിംഗ് ഇട്ടിട്ട് എൻഡ് ചെയ്യാവും. ഇവിടെ നോക്കുക. എക്സ്ക്യൂസ് മീ ഹസൻ, ക്യാൻ യു സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ് വിത്ത് മീ? എന്നോട് അല്പം സമയം ചിലവഴിക്കാമോ? അവിടെ ഒരു ചോദ്യമാണ്, അവിടെ ഉത്തരം. യെസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ജോസ് സ്മിത്ത്: ഐ വാസ് നോട്ട് അവെയർ ഓഫ് യുവർ ഗ്രേറ്റ്നെസ്. താങ്കളുടെ മഹത്വം എനിക്ക് അറിയില്ലായിരുന്നു. ആൻഡ് കൺസിഡേർഡ് യു ആസ് ആൻ അഗ്ലി ക്രീച്ചർ. താങ്കളെ ഞാനൊരു അഗ്ലി ക്രീച്ചറായിട്ട് കണ്ടുപോയി. ഐ വാസ് ഓൾവേസ് ലാഫിങ് അറ്റ് യു. ഞാൻ നിങ്ങളെ കളിയാക്കുകയായിരുന്നു. ഐ എം ഹിയർ ടു ബെഗ് യുവർ പാർഡൺ. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഹസൻ്റെ മറുപടി ഉണ്ടാവുമല്ലോ. ഐ നെവർ ആം ആംഗ്രി അറ്റ് എനി വൺ ഹു ലാവ്സ് അറ്റ് മീ. എന്നെ കളിയാക്കുന്ന ആരോടും എനിക്ക് ദേഷ്യമില്ല. ആൻഡ് ഓൾസോ ദിസ് ഈസ് നോട്ട് ദ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. ഇതെൻ്റെ ആദ്യത്തെ അനുഭവമല്ല. എന്നെ എപ്പോഴും എല്ലാവരും കളിയാക്കാറുണ്ട്. ഐ ഒൺലി ഫോക്കസ് ഓൺ ഡൂയിങ് മൈ ഡ്യൂട്ടി. എൻ്റെ ഫോക്കസ് എൻ്റെ ജോലി ചെയ്യുന്നതിൽ മാത്രമാണ്. ജോബ് സ്മിത്ത്: സോറി ഫോർ വാട്ട് ഐ ഹാവ് ഡൺ. ഞാൻ ചെയ്തതിനൊക്കെ ക്ഷമിക്കുക. വി പീപ്പിൾ വെയർ ഓൺലി ഫോക്കസിങ് ഓൺ സെലിബ്രേഷൻ വൈൽ യു ആൻഡ് ദ ഡോക്ടർ വെയർ സ്ട്രഗിളിങ്. താങ്കളും ഡോക്ടറും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എന്തുമാത്രം ശ്രദ്ധിക്കുമായിരുന്നു? സെലിബ്രേഷന് മാത്രം ശ്രദ്ധിക്കുമായിരുന്നു. ഹസൻ: ദർ ഇസ് നത്തിങ് ഇൻ ബേക്കിംഗ് സോറി. സോറി പറയേണ്ട ഒരു കാര്യവുമില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. നിങ്ങളുടെ സാഹചര്യമൊക്കെ എനിക്ക് മനസ്സിലാവും. പീപ്പിൾ മോഡിഫൈ എ ബിഹേവിയർ ബേസ്ഡ് ഓൺ ദി എക്സ്പീരിയൻസസ് ദേ കം അക്രോസ്. ആളുകൾ ഓരോ തരം സ്വഭാവം ഉണ്ടാകുന്നത് അവർ വരുന്ന അനുഭവങ്ങൾ അനുസരിച്ചാണ്. എനിക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ സ്വഭാവം ഇങ്ങനെയായി, നിങ്ങൾക്ക് അത്തരം അനുഭവങ്ങളായതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവം അങ്ങനെയായി. പീപ്പിൾ ഫെയിൽ ടു ഐഡൻറ്റിഫൈ ദാറ്റ് അപ്പിയറൻസ് ഡസ് നോട്ട് മാറ്റർ. അപ്പിയറൻസിൽ ഒരു കാര്യവും ഇല്ലെന്നുള്ള കാര്യം ആളുകൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ജോബ് സ്മിത്ത്: ഐ ടോക്ക് വിത്ത് ദ ഡോക്ടർ ആൻഡ് ഹി നറേറ്റഡ് ദ ഹോൾ ഇവൻറ്റ്സ് ടു മീ. ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടർ എല്ലാ വിവരവും എന്നോട് പറഞ്ഞു. ആ ഇവൻറ്റ്സ് എല്ലാം നറേറ്റ് ചെയ്തു. ഐ എം റിയലി റിഗ്രറ്റ്ഫുൾ ഇൻ മൈ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യു. താങ്കളോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡിൽ എനിക്ക് വലിയ കുറ്റബോധമുണ്ട്, റിഗ്രറ്റ്ഫുൾ ആണ്. ഹസൻ: ദർ ഇസ് നോ നീഡ് ടു കൺവേ യുവർ റിഗ്രറ്റ്സ് ടു സച്ച് ആൻ ഇൻസിഗ്നിഫിക്കൻറ്റ് മാൻ ലൈക്ക് മീ. എന്നെപ്പോലെ ഇൻസിഗ്നിഫിക്കൻ്റായ അപ്രധാന്യനായ ഒരു മനുഷ്യനോട് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജോബ് സ്മിത്ത്: യു ആർ നോട്ട് ആൻ ഇൻസിഗ്നിഫിക്കൻറ്റ് പേഴ്സൺ. താങ്കൾ അങ്ങനെ ഇൻസിഗ്നിഫിക്കൻ്റായ ആളല്ല. യു ആർ ദ റിയൽ ഹീറോ. താങ്കളാണ് യഥാർത്ഥ ഹീറോ. സോറി ഫോർ കണ്ടക്ടിങ് പാർട്ടീസ് ഇൻസൈഡ് വൈൽ യു വെയർ ട്രൈങ് ഹാർഡ് ടു സേവ് ദ സഫറിങ് മെൻ. നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുന്ന ആളുകളെ സേവ് ചെയ്യാൻ വേണ്ടി പ്രയാസപ്പെടുമ്പോൾ ഞങ്ങൾ പാർട്ടി നടത്തൽ ക്ഷമിക്കുക. ഹസൻ: ഇറ്റ് ഡസൻ മാറ്റർ. അതിലൊരു കാര്യമില്ല. വി കെപ്റ്റ് ദ ഇഷ്യൂ എ സീക്രട്ട്. ഞങ്ങൾ ഈ വിവരം ഒരു സീക്രട്ടായിട്ട് വെച്ചതാണ്. ഇഫ് വി ഇൻഫോംഡ് യു അബൌട്ട് ദ എപ്പിഡമിക്. നിങ്ങളെയൊക്കെ എപ്പിഡമിക്കിനെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ ദർ വുഡ് ബി എ മെസ് ആൻഡ് ക്യാവോസ് ഇൻ ദ ഷിപ്പ്. ഷിപ്പിലാകെ അങ്ങ് മെസ്സും ക്യാവോസും ആകെ കുളവായേനെ. എനിവേ താങ്ക്സ് ഫോർ യുവർ കൺസേൺ. നിങ്ങളുടെ കൺസേണിന് ഞാൻ
നന്ദി അറിയിക്കുന്നു. ഒന്നുകൂടെ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ജോബ് സ്മിത്ത്, എക്സ്ക്യൂസ് മീ ഹസൻ, ക്യാൻ യു സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ് വിത്ത് മീ? ഹസൻ, യെസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ജോബ് സ്മിത്ത്, I was not aware of your greatness and considered you as an ugly creature. I was always laughing at you and I am here to beg your pardon. Hassan, I never am angry at anyone who laughs at me, and it is not my first experience. I only focus on doing my duty. Joe Smith, sorry for what I have done. We people were only focusing on celebration while you people were trying hard to save the patients. Hassan, there is nothing in begging a sorry. I can understand your situation. People develop a character based on the experiences they have in their life and appear, but sometimes people fail to recognize that appearance does not matter. Joe Smith, I talked with the doctor and he narrated the whole incidents to me. I'm really regretful on my attitude to you. Hassan, there is no need to convey your regret to such an insignificant man like me. Joe Smith, you are not an insignificant man. You are the real hero. And sorry for conducting parties inside while you people were trying hard to save the lives of these people. Those people. Hassan, it doesn't matter. We kept the issue a secret. Otherwise, there would be a mess and chaos in the ship. Anyway, thanks for your answer. ഒരു conversation model. Now the last question, qualities of an ideal leader. ഇത് വളരെ പോസിബിൾ ആയിട്ടുള്ള ചോദ്യമൊന്നുമല്ല. ഒരു ലീഡറിന് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ്. നമുക്ക് ക്വാളിറ്റി വേർഡ്സ് ആദ്യം ഒന്ന് നോക്കാം. ജനറോസിറ്റി, വിശാല മനസ്കത. ചോയിസം, അതായത് ചില സാഹചര്യങ്ങളിൽ നമ്മളൊരു നിർഗുണമായിട്ട് പെരുമാറേണ്ടി വരും. നമ്മളിങ്ങനെ ഒരു സാഹചര്യത്തെ നോക്കി കാണും, നമ്മൾ ഹെൽപ്ലെസ് ആയിട്ട് നിന്ന് പോകും. അപ്പോൾ അവിടെ നമ്മളൊരു മെച്യൂരിറ്റി കാണിച്ച് ആക്റ്റീവ് ആവാതെ പാസീവായിട്ട് നിൽക്കേണ്ടി വരും. അതിനെയാണ് സ്റ്റോയിസം എന്ന് പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി, സാഹചര്യം അനുസരിച്ച് മാറാനുള്ള കഴിവ്. റെസ്റ്റ്ലെസ്നെസ്, ക്യാപ്റ്റനാകുമ്പോൾ റെസ്റ്റ്ലെസ് ആയിരിക്കണം, റെസ്റ്റ് ചെയ്യാൻ പാടില്ല, എപ്പോഴും ഇങ്ങനെ ആക്റ്റീവ് ആയിരിക്കണം. റെസ്റ്റ്ലെസ്നെസ് ഇവിടെ ഉദ്ദേശിക്കുന്ന ആക്റ്റീവ് ആവുക എന്നുള്ള സെൻസിലാണ്. ഒതൻറ്റിസിറ്റി, വിശ്വാസ്യത ഉണ്ടാവണം. പെർസിസ്റ്റൻസ്, എപ്പോഴും ഇങ്ങനെ കറക്റ്റായ രീതിയിൽ പെർസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇൻറ്റഗ്രിറ്റി, ഓണസ്റ്റ് ആയിരിക്കണം, നമുക്ക് ആളിനെ വിശ്വസിക്കാൻ പറ്റണം, ആൾ സത്യസന്ധനായിരിക്കണം, ട്രൂ ആയിരിക്കണം. പങ്ക്ച്വൽ ആയിരിക്കണം. എന്തൂസിയാസം, നല്ല എനർജി ഉണ്ടാവണം. എബിലിറ്റി ടു ഫോക്കസ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. ഒപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം ഉണ്ടാവണം. പേഷ്യൻസ്, ക്ഷമയുണ്ടാവണം. പെർസിവറൻസ്, സ്ഥിരമായി ഉത്സാഹിക്കണം, ഹാർഡ് വർക്കർ ആയിരിക്കണം. ഡിപ്ലോമസി, ആളുകളെ ഡീൽ ചെയ്യാനുള്ള തന്ത്രമൊക്കെ അറിഞ്ഞിരിക്കണം. ഒരു ക്യാപ്റ്റൻ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ കഴിവാണ് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, കറക്റ്റ് സമയത്ത് തീരുമാനം എടുക്കാനുള്ള കഴിവ്. ലിസ്ണിംഗ്, മറ്റുള്ളവരെ കേൾക്കാനുള്ള ക്ഷമ. ഓണസ്റ്റി, സത്യസന്ധത. അക്കൗണ്ടബിലിറ്റി, ക്യാപ്റ്റൻ അക്കൗണ്ടബിൾ ആയിരിക്കണം. ക്യാപ്റ്റൻ്റെ പ്രവർത്തനങ്ങളെ മറ്റൊരാൾക്ക് കറക്റ്റായിട്ട് വിലയിരുത്താൻ പറ്റണം, അവിടെ മറയുണ്ടാവാൻ പാടില്ല. കൺവിക്ഷൻ, കാഴ്ചപ്പാടുകളുള്ള ആളായിരിക്കണം ലീഡർ. ഓപ്പൺ മൈൻഡഡ്നെസ്, തുറന്ന മനസ്സുണ്ടാവണം, എല്ലാവരുടെ ആശയങ്ങളെ സ്വീകരിക്കണം. ഡിസിപ്ലിൻ, അച്ചടക്കം ഉണ്ടാവണം ക്യാപ്റ്റന് അച്ചടക്കമില്ല വേറെ ആർക്ക് അച്ചടക്കം ഉണ്ടാവും. പാഷൻ, ജീവിതത്തോടും ജോലിയോടും ഒരു താല്പര്യം, അഭിനിവേശം ഉണ്ടാവണം. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഉണ്ടാവണം, വലിയൊരു ക്വാളിറ്റിയാണ്. കൺസിസ്റ്റൻസി, സ്ഥിരത ഉണ്ടാവണം, പല രീതിയിൽ പെരുമാറരുത്, എപ്പോഴും ഒരേപോലെ പെരുമാറണം. ഇമോഷണൽ ക്വസ്റ്റ്യൻ, EQ ഉണ്ടാവണം, ആളുകളെ മനസ്സിലാക്കാനും എന്നാൽ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്. ഇനി ഒന്ന് ഓടിച്ച് നോക്കാം. ലീഡറിൻ്റെ സ്കിൽസാണ് ക്വാളിറ്റീസ് ഓഫ് ആൻ ഐഡിയൽ ലീഡർ ഓർ ക്യാപ്റ്റൻ. എ ലീഡർ ഈസ് എ പേഴ്സൺ ഹു ഈസ് സപ്പോസ് ടു ലീഡ് എ ടീം. ഒരു ടീമിനെ ലീഡ് ചെയ്യേണ്ട ആളാണ് ലീഡർ. ആൻഡ് ഗൈഡ് ദ ടീം മെമ്പേഴ്സിനെ ഗൈഡ് ചെയ്യേണ്ട ആളാണ് ലീഡർ. ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പെർഫോമൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ എൻറ്റയർ ടീം. ഒരു ടീമിൻ്റെ മുഴുവൻ പെർഫോമൻസിനും ആക്ടിവിറ്റീസിനും ഉത്തരവാദിയാണ് ഒരു ലീഡർ. എ ക്യാപ്റ്റൻ ഓർ എ ലീഡർ ഈസ് സപ്പോസ് ടു ഹാവ് എ ലോട്ട് ഓഫ് സ്കിൽസ്. ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു ലീഡറിന് ഒരുപാട് കഴിവുകൾ ആവശ്യമാണ്. സോ എ ലീഡർ ഈസ് എ പേഴ്സൺ ഹു ഈസ് സപ്പോസ് ടു ലീഡ് എ ടീം ആൻഡ് ഗൈഡ് ദ ടീം മെമ്പേഴ്സ്. He is responsible for the performance and activities of the entire team. A captain or leader is supposed to have good skills and qualities. A leader should be intrinsically motivated. സ്വയം ഉള്ളിൽ നിന്നുള്ള മോട്ടിവേഷൻ ഉണ്ടാവണം, പുറത്തുനിന്ന് എപ്പോഴും മോട്ടിവേഷൻ കിട്ടാൻ പറ്റത്തില്ല. ലീഡർ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉള്ള ആളാണെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റും. Then only he will be able to motivate and guide his team members. ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ടീം മെമ്പേഴ്സിനെ ഗൈഡ് ചെയ്യാൻ പറ്റും. എ ലീഡർ ഷുഡ് ബി സെൽഫ് ഡിസിപ്ലിൻ. സ്വയം അച്ചടക്കം ഉണ്ടാവണം, സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കണം. only then he will have confidence. അങ്ങനെയാണെങ്കിൽ മാത്രമേ കോൺഫിഡൻസ് ഉണ്ടാവും. ആൻഡ് ലീഡിങ് കപ്പാസിറ്റി, ലീഡ് ചെയ്യാനുള്ള കഴിവും ഉണ്ടാവും. he should be punctual. പങ്ക്ച്വാലിറ്റി ഉണ്ടായിരിക്കണം. a leader should be intrinsically motivated. then only he will be able to motivate others. he should be self disciplined. he should have confidence and leading capacity. he should be punctual.
and a leader is a person who is supposed to lead a team and the team members. He is responsible for the performance and activities of the entire team. A captain or a leader is supposed to have a lot of skills and qualities. A leader should learn to respect others. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. He should be empathetic, empathy ഉണ്ടാവണം, and should give consideration for the team members' feelings. മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കരുതാൻ കഴിയണം. സിമ്പതി എന്ന് വെച്ചാൽ നമ്മൾ മാറി നിന്നിട്ട് സഹതപിക്കുകയാണ്. എമ്പതി എന്ന് വെച്ചാൽ അവരുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ്. എമ്പതി കൂടിപ്പോകരുത്, അപകടമാണ്. എ ഗുഡ് ലീഡർ ഓൾവേസ് സപ്പോർട്ട്സ്. ഒരു നല്ല ലീഡർ എപ്പോഴും സപ്പോർട്ട് ചെയ്യും, എൻകറേജസ് മോട്ടിവേറ്റ് ചെയ്യും, ആൻഡ് മോട്ടിവേറ്റ് സിസ്റ്റം ടീം മെമ്പേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യും. ലീഡർ ഷുഡ് ബി ഓപ്പൺ മൈൻഡഡ്, തുറന്ന മനസ്സുണ്ടായിരിക്കണം. ടു ഐഡിയാസ് ആൻഡ് സജഷൻസ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്നുള്ള ഐഡിയാസിനും സജഷനും ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. ഈ ഷുഡ് ബി പേഴ്സണബിൾ ആൻഡ് ഫ്ലെക്സിബിൾ. പേഴ്സണബിൾ എന്ന് വെച്ചാൽ ആർക്കും അപ്രോച്ച് ചെയ്യാൻ കഴിയണം. ഫ്ലെക്സിബിൾ ആയിരിക്കണം, സിറ്റുവേഷൻ അനുസരിച്ച് മാറി പെരുമാറേണ്ട രീതി പെരുമാറാൻ അറിയണം. എ ലീഡർ ഷുഡ് ലേൺ ടു റെസ്പെക്ട് അതേഴ്സ്. He should be empathetic and should have consideration for the team members' feelings. A good leader always supports and encourages and motivates his team. A leader should be open-minded to ideas and suggestions from others. He should be personable and flexible. Now, a good leader is a good listener. നല്ല ലീഡർ നല്ല ലിസണറാണ്. He should have patience. ക്ഷമ ഉണ്ടാവണം. Honesty and good conviction are necessary. Honesty, സത്യസന്ധത ഉണ്ടാവണം. Good conviction, നല്ല കാഴ്ചപ്പാട് ഉണ്ടാവണം. ഡിസിഷൻ മേക്കിംഗ് പവർ ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഓർ ഡിസിഷൻ മേക്കിംഗ് പവർ. നല്ല ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ള ആൾക്ക് ലീഡർ ആവാൻ പറ്റൂ. ലീഡർ ആവുന്നത് തന്നെ ഒരു ഡിസിഷൻ ആണല്ലോ. സോ എ ഗുഡ് ലീഡർ ഈസ് എ ഗുഡ് ലിസണർ. ഹി ഷുഡ് ഹാവ് പേഷ്യൻസ്. ഓണസ്റ്റി ആൻഡ് ഗുഡ് കൺവിക്ഷൻ ആർ നെസസറി. ഡിസിഷൻ മേക്കിംഗ് പവർ ഈസ് ഓൾസോ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് ലീഡർഷിപ്പ്. He should have good communication skills. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവണം ലീഡറിന്. Should be able to speak in humble tone as well as in commanding voice as the situation demand. ഒരു സാഹചര്യം അനുസരിച്ച് വളരെ വിനയത്തോടു കൂടിയും കമാൻഡിങ് വോയിസിൽ സംസാരിക്കാൻ ലീഡറിന് അറിയണം. വിനയത്തോടെ സംസാരിക്കേണ്ടടുത്ത് വിനയം, കമാൻഡിങ് വോയിസ് സംസാരിക്കേണ്ടടുത്ത് കമാൻഡിങ് വോയിസ്. He shouldn't lack commanding power. കമാൻഡിങ് പവർ ലാക്ക് ചെയ്യാൻ പാടില്ല. And a leader should be able to control his emotions. ഒരു അപകടം ഉണ്ടാകുമ്പോൾ ലീഡർ ആദ്യമേ പേടിച്ചെടുത്ത് വെള്ളത്തിൽ ചാടരുത്. ലീഡറിന് തൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ദർ ആർ ടൈംസ് ഇൻ വിച്ച് ഹീ ഷുഡ് ഹൈഡ് ഹിസ് ഇമോഷൻസ്. തൻ്റെ ഇമോഷൻസിനെ ഹൈഡ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടാവാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ തൻ്റെ ഇമോഷൻസിനെ ഹൈഡ് ചെയ്യുക തന്നെ വേണം. ആൻഡ് അറ്റ് ടൈംസ് ഹീ ഷുഡ് ഷോ ഓഫ് ഹിസ് ഫീലിങ്സ്. ചില സമയങ്ങളിൽ ആ ദേഷ്യം പ്രകടിപ്പിക്കണം, സങ്കടം പ്രകടിപ്പിക്കണം, എങ്കിലേ ടീം മെമ്പേഴ്സിനെ ഒരുമിച്ച് നിർത്താൻ പറ്റൂ. സോ ഹീ ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഷുഡ് ബി ഏബിൾ ടു സ്പീക്ക് ഇൻ എ ഹംബിൾ ടോൺ ആസ് വെൽ ആസ് ഇൻ എ കമാൻഡിങ് വോയിസ് ആസ് ദ സിറ്റുവേഷൻ ഡിമാൻഡ്. സിറ്റുവേഷൻ അനുസരിച്ച് വേണം. കമാൻഡിങ് ആവണം, ഹമ്പിൾ ആവണം. ഈ ഷുഡിൻ ലാക്ക് കമാൻഡിങ് പവർ എന്ന് പറഞ്ഞ് ഹമ്പിൾ ആണെന്ന് പറഞ്ഞ് കമാൻഡിങ് പവർ നഷ്ടപ്പെടാൻ പാടില്ല. ലീഡർ ഷുഡ് ബി ഏബിൾ ടു കൺട്രോൾ ഹിസ് ഇമോഷൻസ്. തൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ദർ ആർ ടൈംസ് ഇൻ വിച്ച് ഹി ഷുഡ് ഹൈഡ് ഹിസ് ഇമോഷൻസ്. ചില സമയങ്ങളിൽ ഇമോഷൻസ് ഹൈഡ് ചെയ്യേണ്ടി വരും. ആൻഡ് അറ്റ് ടൈംസ് ഹി ഷുഡ് ഷോ ഓഫ് ഹിസ് ഫീലിങ്സ്. ചില സമയങ്ങളിൽ ഫീലിങ്സ് ഷോ ഓഫ് ചെയ്യേണ്ടി വരും. അടുത്ത, ലീഡർ ഷുഡ് ഹാവ് ഗുഡ് ഒബ്സർവേഷൻ സ്കിൽ. നല്ല നിരീക്ഷണ പാഠവും ഉണ്ടാവണം. ആൻഡ് ഹീ ഷുഡ് ഹാവ് എ സ്ട്രോങ് അനലിറ്റിക്കൽ മൈൻഡ്. സിറ്റുവേഷനെ അനലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. ഹീ ഷുഡ് ബി ഏബിൾ ടു സീ തിങ്സ് ഇൻ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിൽ പെർസ്പെക്റ്റീവ്സിൽ കാര്യങ്ങളെ കാണാൻ കഴിയണം. ദെൻ ഒൺലി ഹി വിൽ ബി ഏബിൾ ടു ഫോർസീ പ്രോബ്ലംസ് ആൻഡ് സോൾവ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ പ്രോബ്ലംസിനെ ഫോർസീ ചെയ്ത് മുൻകൂട്ടി കണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയും. എ ലീഡർ ഷുഡ് ഹാവ് ആൻ ഇൻസൈറ്റ്. നല്ല അകക്കാഴ്ച ഉണ്ടാവണം. ഷുഡ് ബി ഏബിൾ ടു പ്രെഡിക്റ്റ് ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ആൻ ആക്ഷൻ. ഒരു പ്രവർത്തനം ചെയ്യാൻ പോകുന്നൊരു പ്രവൃത്തിയുടെ പ്രോസ് ആൻഡ് കോൺസ്, നല്ലതും ചീത്തയും മുൻകൂട്ടി കാണാനുള്ള കഴിവ് ഒരു ലീഡറിന് ഉണ്ടാവണം. എ ഗുഡ് ലീഡർ ഓൾവേസ് അക്സെപ്റ്റ്സ് റിയാലിറ്റി. ഒരു നല്ല നേതാവ് എപ്പോഴും യാഥാർത്ഥ്യത്തെ അംഗീകരിക്കും, റിയാലിറ്റി അംഗീകരിക്കും. സെൽഫ് അവെയർനെസ്, സ്വന്തം താൻ ആരാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാവണം. ആൻഡ് അവെയർനെസ് അബൌട്ട് ദ ഏരിയ ഇൻ വിച്ച് ഹീ ഈസ് എൻഗേജ്ഡ് ഇൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. താൻ എൻഗേജ് ചെയ്തിരിക്കുന്ന കാര്യത്തെ പറ്റിയുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആൾക്കേ നല്ല ലീഡർ ആവാൻ പറ്റൂ. ഒരു കപ്പൽ ക്യാപ്റ്റൻ ആവണമെങ്കിൽ കപ്പലിൻ്റെ വർക്കിങ്ങിനെ പറ്റി, കപ്പലിൻ്റെ പാർട്സിനെ പറ്റി, കപ്പൽ ദിശയെപ്പറ്റി, കടലുകളെ പറ്റി, ഇത് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരുപാട് ബോധമുള്ള ആളായിരിക്കണം. ഒരു സാധാരണ മനുഷ്യൻ ഒരു ക്യാപ്റ്റൻ ആവാൻ പറ്റത്തില്ല. ഒരു ലീഡർ ആവാൻ, പക്ഷേ ഒരു ക്യാപ്റ്റൻ ആവാൻ പറ്റത്തില്ല. എ ലീഡർ ഷുഡ് ഹാവ് ഗുഡ് ഒബ്സർവേഷൻ സ്കിൽസ്. നല്ല ഒബ്സർവേഷൻ സ്കിൽസ് ഉണ്ടാവണം. സ്ട്രോങ് അനലിറ്റിക്കൽ മൈൻഡ് ഉണ്ടാവണം. ഹി ഷുഡ് ബി ഏബിൾ ടു സീ തിങ്സ് ഇൻ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ കാര്യങ്ങളെ നോക്കി കാണാൻ പറ്റണം. ദെൻ ഒൺലി ഹി വിൽ ബി ഏബിൾ ടു ഫോർസീ പ്രോബ്ലംസ് ആൻഡ് സോൾവ് ഇറ്റ്. അങ്ങനെയാണെങ്കിലേ പ്രോബ്ലംസ് മുൻകൂട്ടി കണ്ട് അത് പരിഹരിക്കാൻ പറ്റൂ.
A leader should have an insight and should be able to predict the pros and cons of a situation and action. ഒരു പ്രവൃത്തിയുടെ നല്ലതും ചീത്തതും കണ്ടുപിടിക്കാനായിട്ട് ലീഡറിന് കഴിയണം. എ ഗുഡ് ലീഡർ ഓൾവേസ് അക്സെപ്റ്റ്സ് റിയാലിറ്റി. എപ്പോഴും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. സെൽഫ് അവെയർനെസ് വേണം. അവെയർനെസ് അബൌട്ട് ദ ഏരിയ ഇൻ വിച്ച് ഹി ഈസ് ഡീലിംഗ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. താൻ ഡീൽ ചെയ്യുന്ന ജോലിയെപ്പറ്റി നല്ല ബോധം ഉണ്ടാവണം. എ ലീഡർ ഷുഡ് ഹാവ്, ഒത്തിരി പോയിൻ്റ് ഉണ്ട്, ഇത്രയൊന്നും വേണ്ട ശരിക്കും. എ ലീഡർ ഷുഡ് ഹാവ് എ ഗുഡ് വിഷൻ. ഇത്രയും തന്നിരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഓർക്കാൻ വേണ്ടിയാണ്. നല്ല വിഷൻ, കാഴ്ചപ്പാടുണ്ടാവണം. ആൻഡ് ഹി ഷുഡ് ഫോളോ ദ വിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. അതേസമയം ജോലി ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ വിഷൻ ഫോളോ ചെയ്യാൻ സാധിക്കണം. ഹി ഷുഡ് ഹാവ് എ ഡെമോക്രാറ്റിക് ആൻഡ് ജുഡീഷ്യസ് മൈൻഡ്. ഡെമോക്രാറ്റിക് ആയിരിക്കണം, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാൻ പറ്റണം. ജുഡീഷ്യസ്, നല്ല തീരുമാനം എടുക്കാനുള്ള മനസ്സുണ്ടാവണം. യെറ്റ് ഹി ഷുഡ് ബി ഡിപ്ലോമാറ്റിക്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഡിപ്ലോമസി പ്രയോഗിക്കേണ്ടി വരും. ഹി ഷുഡ് ഹാവ് തറോ നോളജ്, നല്ല അറിവുണ്ടാവണം. ആൻഡ് ബെറ്റർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ ഹിസ് ഫീൽഡ്. തൻ്റെ ഫീൽഡിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം. എ ട്രൂ ലീഡർ ഈസ് ഏബിൾ ടു മാനേജ് സ്ട്രെസ്. സ്ട്രെസ് മാനേജ് ചെയ്യാൻ കഴിവുള്ളാക്കെ നല്ല ലീഡർ ആവാൻ പറ്റൂ. ആൻഡ് വർക്ക് അണ്ടർ ഡിഫറെൻറ്റ് ആൻഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഡിഫറെൻ്റ് ആയിട്ടുള്ളതും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതായ സിറ്റുവേഷൻ വർക്ക് ചെയ്യാൻ കഴിയണം. പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ നെസസറി. ടൈം മാനേജ്മെൻറ്റ് സ്കിൽസും സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽസും ഉണ്ടാവണം. സോ എ ലീഡർ ഷുഡ് ഹാവ് എ ഗുഡ് വിഷൻ. He should follow the vision of the organization. He should have a democratic and judicious mind. Yet he should be diplomatic. He should have a thorough knowledge and practical experience in his field. Better practical experience in his field. A true leader should be able to manage stress and work under different and difficult situations. Proper time management and stress management is also necessary. ഒരുപാട് പോയിന്റ്സ് ആണ്. The last slide. A leader should be ക്രിയേറ്റീവ് ആയിരിക്കണം, ഇന്നോവേറ്റീവ് ആയിരിക്കണം. ഒരുപാട് ആശയങ്ങൾ ഉള്ളിൽ ഉണ്ടാവുന്ന ആളായിരിക്കണം. ഹി ഷുഡ് ഓൾവേസ് ബി പോസിറ്റീവ്. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. എങ്കിലേ ഓർഗനൈസേഷൻ പോസിറ്റീവ് ആവും, ജോലിക്കാർ പോസിറ്റീവ് ആവും. എ ഗുഡ് ലീഡർ കീപ്സ് പാഷൻ. വളരെ അഭിനിവേശമുള്ള ആളാണ് ഒരു ലീഡർ. കൺസിസ്റ്റൻസി, നല്ല സ്ഥിരതയുള്ള ആളായിരിക്കും. ത്രൂ പെർസിവറൻസ്, സ്ഥിരോത്സാഹം ഉണ്ടാവണം. അതേസമയം പാഷനും കൺസിസ്റ്റൻസിയും ഉണ്ടാവണം. ദ വൺ ഹു ഈസ് പോസിറ്റീവായ, ഓപ്പൺ മൈൻഡഡായ, എന്തൂസിയാസ്റ്റിക്കായ, റെസ്പോൺസിബിളായ, ഒപ്റ്റിമിസ്റ്റിക് ആയ ഒരാൾക്ക് മാത്രമേ നല്ല ലീഡർ ആവാൻ പറ്റൂ. ഓക്കെ, എ ലീഡർ ഷുഡ് ബി ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ്. He should always be positive. A good leader keeps passion and consistency through perseverance. The one who is positive, open-minded, enthusiastic, responsible and optimistic can be a good leader. ഒരുപാട് പോയിന്റ്സ് പറഞ്ഞു. ഞാനിവിടെ ഷോർട്ടായിട്ട് ആ പോയിന്റ്സ് എല്ലാം തന്നിട്ടുമുണ്ട്. ഈ പോയിന്റ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് എസ്സേ എഴുതാൻ പറ്റും. ചോദിച്ചാൽ ഇപ്പം നമ്മൾ ആദ്യത്തെ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വാല്യൂസ് പഠിക്കുന്നുണ്ട്, അവിടെ ഇതിനകത്തെ പോയിന്റ്സ് ഉപയോഗിക്കാം, ഇവിടെ അവിടുത്തെ പോയിന്റ്സ് ഉപയോഗിക്കാം. +2 നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് പഠിക്കുന്നുണ്ട്, ഓൺട്രപ്രണറിന് ആവശ്യമായ സ്കിൽസ് പഠിക്കുന്നുണ്ട്, അവിടെയൊക്കെ ഈ പോയിന്റ്സും ഈ ആശയങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ഒരു ക്വാളിറ്റി വേർഡ്സ് വെച്ചിട്ട് എങ്ങനെ ഒരു എസ്സേ കൺസ്ട്രക്ട് ചെയ്യണമെന്നുള്ള ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടൂടാണ് ഈ എസ്സേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആവശ്യമുള്ളവർ കേൾക്കുക, അല്ലാത്തൊരു എസ്സേ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അത്യാവശ്യം എല്ലാ ആൻസേഴ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ച് പഠിക്കണം. ഐ റിപ്പീറ്റ്, സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിന് മാത്രമായിട്ട് ഒരു വീഡിയോ, ഒരു ക്ലാസ് നമുക്ക് ചെയ്യാം. അതേസമയം ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്നുള്ള പോയിംസ് എല്ലാം നമ്മൾ വേറെ വീഡിയോസ് ആയിട്ട് എടുക്കുന്നുണ്ട്, അത് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഹിയർ ഈ ചാപ്റ്റർ നമ്മുടെ ഈ യൂണിറ്റ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.